സോ നമുക്ക് എക്കണോമിക് സർവേയിൽ നമ്മൾ ഇതുവരെ കണ്ട ടോപ്പിക്സ് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് റാൻഡമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറച്ച് സ്കീംസ്, ടേംസ്, കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോവാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണേ. സോ സർവേയിൽ പറഞ്ഞിരിക്കുന്ന എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെയുള്ള കാര്യങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കീമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഇതിനെപ്പറ്റി UPSC ചോദിച്ചിട്ടുണ്ടോ എന്നും ഐ ഡൗട്ട്. മിഷ്ടി സ്കീം, അതായത് മാംഗ്രോവ് പ്രൊട്ടക്ഷൻ. ഓക്കെ, സോ മാംഗ്രോവ് പ്രൊട്ടക്ഷനെ പറ്റി ഇത് പറഞ്ഞിട്ടുണ്ട്. അത് ദിസ് യു ക്യാൻ റീഡ് ടുഗദർ വിത്ത് ദിസ് ഇയേഴ്സ് ബഡ്ജറ്റ് ഓൾസോ. ദിസ് ഇയേഴ്സ് ബഡ്ജറ്റ് ദർ ഇസ് എ സ്കീം ഫോർ, നമ്മൾ കേട്ടിട്ടുണ്ട്, കേരളത്തിനാകെ കിട്ടിയത് എന്നാ ടർട്ടിൽ ട്രെയിൽ. ഓക്കെ, യു ക്യാൻ ലിങ്ക് വിത്ത് ദാറ്റ് മാംഗ്രോവ് പ്രോഗ്രാം. പിന്നെ ടൂറിസം ഇനീഷ്യേറ്റീവ്സിനൊക്കെ ഇത് ഒരുപാട് ബൂസ്റ്റാണ്. സോ മിഷ്ടി പ്രോഗ്രാം അവരെന്തുവാ ചെയ്യുന്നത്? മാംഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർ ലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം, മിഷ്ടിയുടെ ഫുൾ ഫോമാണ്. ടു പ്രൊമോട്ട് ആൻഡ് കൺസർവ് മാംഗ്രോവ്സ് ആൻഡ് യൂണിക്, ഇറ്റ്സ് എ മാംഗ്രോവ് കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്. കഥ വായിക്കേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് എ മാംഗ്രോവ് കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്. ഈ സ്കീമിനെ പറ്റി നേരത്തെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? പഠിച്ചിട്ടുണ്ട്, ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഹാപ്പൻസ് അക്രോസ് ഓൾ 9 സ്റ്റേറ്റ്സ്, ഓൾ 9 കോസ്റ്റൽ സ്റ്റേറ്റ്സ്. ഇന്ത്യക്ക് മൊത്തം എത്ര കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട്? 9 തന്നെയാണ്, 9 കോസ്റ്റൽ സ്റ്റേറ്റ്സ് തന്നെയുണ്ട്. കോസ്റ്റൽ യൂണിയൻ ടെറിട്ടറീസും ഈ സ്കീം ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് മിഷ്ടി സ്കീമിൻ്റെ സർവേയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഇച്ചിരി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ എ കൺവേർജൻസ് വിത്ത് എക്സിസ്റ്റിംഗ് സ്കീംസ്. ഇതൊരു പുതിയ സ്കീമല്ല. ഓക്കെ, ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന പുതിയൊരു സ്കീമല്ല. ഇറ്റ് വിൽ ബി എ കൺവേർജൻസ് വിത്ത് അതർ സ്കീംസ്. അതായത് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ഇഷ്ടംപോലെ സ്കീംസ് ഉണ്ട്, ബ്ലൂ എക്കോണമി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് സ്കീംസ് കിടപ്പുണ്ട്. അപ്പോൾ അതുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ മിഷ്ടി പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പുതിയതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സ്കീമാണ്, ഞാൻ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നോൺ ഫോസിൽ ഫ്യൂവൽ എനർജിയെ പറ്റിയാണ് പറയുന്നത്. അതും ഇന്ത്യ, നമുക്കറിയാം, നമ്മളൊരു കാർബൺ ന്യൂട്രൽ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കാർബൺ ന്യൂട്രൽ ടാർഗറ്റ് അനുസരിച്ച് വി ഹാവ് ടു മൂവ് അവേ ഫ്രം ഫോസിൽ ഫ്യൂവൽസ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു റിന്യൂവബിൾ എനർജി ബാസ്ക്കറ്റിനെ പറ്റി കണ്ടു. ഇന്ത്യയുടെ എത്ര ഷെയർ ഉണ്ടായിരുന്നു റിന്യൂവബിൾ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ? ഹൗ മച്ച് വാസ് ദ ഷെയർ ഓഫ് റിന്യൂവബിൾ എനർജി? ഓർക്കുന്നുണ്ടോ? ഇറ്റ് വാസ് സംവെയർ ക്ലോസ് ടു 50%. ഐ തിങ്ക് 49% സംതിങ് ആണ് റിന്യൂവബിൾ എനർജി. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോൺ ഫോസിൽ ഫ്യൂവൽ എനർജിയെ പറ്റിയാണ്. സോ അത് മാറിപ്പോകരുത്. ഇന്ത്യ ഹാസ് സർപ്ലാസ് ദ ടാർഗറ്റ് ഓഫ് 50% ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി ഫ്രം നോൺ ഫോസിൽ ഫ്യൂവൽ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് മെയിൻസിനും പ്രിലിംസിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്ത്യ നമുക്കറിയാം ലോകത്തെ ഏറ്റവും 3rd ലാർജസ്റ്റ് എനർജി ഇൻറ്റൻസീവ് കൺട്രിയാണ്. So in this country, we are 50% of our energy sources are from non-fossil fuel. That is a very, very important this thing for India, energy security, in terms of energy security, because we import more than 80% of our crude oil. നമുക്കറിയാവുന്ന കാര്യമാണ്. Crude oil is a very significant fossil fuel. And also another, വേറെ എന്താ ഫോസിൽ ഫ്യൂൽസ് ക്രൂഡ് ഓയിൽ അല്ലാതെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താ? കോൾ ഒബ്വിയസ്ലി. കോൾ ഇന്ത്യ ഇഷ്ടംപോലെ പ്രൊഡക്ഷനും ഉണ്ട്, ഹൈ ഗ്രേഡ് കോൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ഗ്യാസ്, ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. കോൾ തീർച്ചയായിട്ടും ഉണ്ട്. നാച്ചുറൽ ഗ്യാസ്, LNG, ഇതെല്ലാം നമ്മൾ ഖത്തറിൽ നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. So we passed more than 50% total installed capacity, and we've reached 51% mains value added points on. And according to International Renewable Energy Agency's Energy Statistics report, India ranks 4th in globally in total installed renewable energy capacity. ലോകത്ത് ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. അത് ഓബിയസ് ആണ്, കാരണം ഇന്ത്യ ഇത്രയും എനർജി റിച്ചായിട്ട് അധികം രാജ്യങ്ങളൊന്നും ഇല്ല. USA ഉണ്ടാവും, ചൈന ഉണ്ടാവും, അങ്ങേറ്റം പോയ യൂറോപ്യൻ യൂണിയൻ ആസ് എ ഹോൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇന്ത്യയാണ്. വേറെ അതിനകത്ത് വലിയ നമ്മൾ എന്ന് പറയാൻ ഫാക്ടറി ഇല്ല അതിനകത്ത്. ഇറ്റ്സ് ഓബിയസ്. 4th റാങ്കിങ് ആണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ട്രെയിൽസ് ഉള്ളി ചൈന, USA ആൻഡ് ബ്രസീൽ. ബ്രസീൽ എന്നത് ഇമ്പോർട്ടൻറ്റ് കൺട്രി. ചൈന, USA ആൻഡ് ബ്രസീൽ, ഹൈലൈറ്റിംഗ് ദ റൈസ് ഓഫ് ദ ഗ്ലോബൽ ക്ലീൻ എനർജി മാർക്കറ്റ്. സോ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നോൺ ഫോസിൽ ഫ്യൂവൽ എനർജി എന്നും പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിന്യൂവബിൾ എനർജിയെ പറ്റിയും പറയുന്നുണ്ട്. സോ ക്യാൻ യു ടെൽ മീ സംതിങ് ദാറ്റ് ഇസ് നോൺ ഫോസിൽ ബട്ട് നോട്ട് റിന്യൂവബിൾ? അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, റിന്യൂവബിളും നോൺ ഫോസിലും. അപ്പം നോൺ ഫോസിലാണ്, എന്നാൽ റിന്യൂവബിൾ അല്ലാതെ നിന്ന് കൺസിഡർ ചെയ്യുന്ന എനർജി സോഴ്സസ് എന്തൊക്കെയായിരിക്കും? ന്യൂക്ലിയർ പവർ ചിലയിടത്തൊക്കെ റിന്യൂവബിൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, പക്ഷേ ഇൻ റിയാലിറ്റി ഇറ്റ് ഇസ് നോട്ട്. നമുക്കറിയാം
അത് ന്യൂക്ലിയർ എനർജി പവർ ചെയ്യുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നോ? അതിന് മുമ്പത്തോ? ഫസ്റ്റ് ക്ലാസ് ആണോ? ഓക്കെ. നമ്മൾ കുറച്ച് കവർ ചെയ്തായിരുന്നു കേട്ടോ, സ്ലൈഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ ഫോസിലും റിന്യൂവബിളും അല്ലാത്ത ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയറിൻ്റെ മെയിൻ ഫ്യൂവൽ എന്താ? യുറേനിയം. യുറേനിയമാണ് ഇപ്പോൾ തോറിയം ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടേഴ്സിലൊക്കെ നമ്മൾ തോറിയം യൂസ് ചെയ്ത് വരുന്നുണ്ട്. സോ ന്യൂക്ലിയർ എനർജി ഇസ് എ നോൺ ഫോസിൽ യെറ്റ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. പിന്നെന്താ? ഹൈഡ്രോ ഇലക്ട്രിക്. ഹൈഡ്രോ ഇലക്ട്രിക് ഇസ് റിന്യൂവബിൾ അല്ലേ? റിന്യൂവബിൾ അല്ലേ? അതിൻ്റെ ലോജിക്ക് ഒന്ന് ഓർത്ത് നോക്കിയാൽ വാട്ടർ സൈക്കിൾ, ആസ് ലോങ് ആസ് സൺ ഇസ് ദയർ ഹൈഡ്രോ ഇലക്ട്രിക് എനർജി വിൽ ബി ദയർ. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് എനർജിയുടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് അതിൻ്റെ എക്കോ സെൻസിറ്റിവിറ്റിയാണ്. അതായത് ഇത് നമുക്ക് എല്ലായിടത്തും കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, മരകളിലും ഒക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്കോളജിക്കൽ ഇമ്പാക്ട് ഇസ് ടു ഹൈ. ദാറ്റ് ഈസ് വൈ വി ഡോണ്ട് പ്രൊമോട്ട് ലാർജ് സ്കെയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്. പിന്നെ ഏതാ പറഞ്ഞേ? തെർമലിൽ ജിയോ ടെക്നിക്കൽ എന്തോ ജിയോ തെർമൽ എനർജി, അതും ഈ പറഞ്ഞ പോലെ രണ്ട് തട്ടിൽ ആൾക്കാരുണ്ട്. റിന്യൂവബിൾ ആണെന്നും, കാരണം ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ വാട്ടർ ഇതല്ലേ. സോ ദാറ്റ് ക്യാൻ ബി എക്സോസ്റ്റബിൾ എന്ന ഒരു വാദമുണ്ട്. എന്നാൽ അതിൻ്റെ ഹീറ്റ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മാഗ്മ, ഭൂമിക്കടിയിൽ നിന്നുള്ള മാഗ്മയാണ്. നമുക്ക് പറയാൻ പറ്റില്ല. UPSC ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഈവൻ CBDTയെ പറ്റിയൊക്കെ ഇഷ്ടംപോലെ ഡിബേറ്റബിൾ ചോദ്യങ്ങൾ ചോദിക്കും. സോ നിങ്ങളുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് എഴുതുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ജിയോ തെർമൽ ഈ പറഞ്ഞ പോലെ റിന്യൂവബിൾ ആണെന്നും അല്ലെന്നും പറഞ്ഞിട്ടുള്ള വാദങ്ങളുണ്ട്. ബട്ട് വി ഹാവ് ടു ഗോ അക്കോർഡിംഗ് ടു അവർ കൺസെൻസ്. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും റിന്യൂവബിൾ ആണെന്നേ പറയുള്ളൂ. ബിക്കോസ് ആസ് ലോങ് ആസ് ഹീറ്റ് ഇസ് കമ്മിങ് ഫ്രം അണ്ടർ ദി എർത്ത് ആൻഡ് ഇഫ് ദർ ഇസ് വാട്ടർ. ജിയോ തെർമൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്? ഇന്റീരിയർ ഹീറ്റ് എടുത്തിട്ട് വെള്ളം ചൂടായിട്ട് ആ വെള്ളം ഹോട്ട് സ്പ്രിങ്സ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അത് ഇപ്പോൾ ചിലയിടത്തേക്ക് ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ വറ്റിപ്പോകുന്ന, ഇപ്പം ബോർഹോളൊക്കെ എംറ്റി ആയി പോകുന്നത്, ഇത് വറ്റിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്. So it can be considered renewable. Let's put a benchmark. I will say it is renewable. പിന്നെന്താ ഉള്ളത്? ബയോമാസ്. അത് ഫോസിൽ അല്ല. ഇപ്പോൾ ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ റൂറൽ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കൗഡങ് ബേസ് ചെയ്തിട്ടുള്ള ഫയർ സോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊരു ബയോമാസ് ആണ്. പിന്നെ വേസ്റ്റ് ടു എനർജി, നമ്മളെ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ ഓർത്തോർത്ത് വരണം. പെട്ടെന്ന് മെയിൻസിന് നമുക്കറിയാം, പേപ്പറിൽ നിന്ന് എടുക്കാൻ ടൈമില്ല, എഴുതി പോകണം. സോ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നോൺ ഫോസിൽ ബട്ട് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. Next we are moving on to global energy transition. So like in our first class what we saw, the global energy transition is increasingly being shaped not just by technology but control over critical minerals. അതായത് നേരത്തെ നമ്മൾ ഇത്രയും നാൾ നമ്മുടെ എക്കോണമി ഒരു ഓയിൽ ഡിപ്പെൻഡൻ്റ് എക്കോണമി ആയിരുന്നു. ഓയിലുള്ള രാജ്യങ്ങളായിരുന്നു സ്ട്രാറ്റജിക് രാജ്യങ്ങൾ. ഓയിലുള്ള രാജ്യങ്ങളെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. ഇവൻ നമുക്കറിയാം ഇറാനിൽ എന്താണ് സംഭവിച്ചത്, ഇറാഖിൽ എന്താണ്. അപ്പോൾ ഓയിൽ ഒരു ക്രിട്ടിക്കൽ മിനറൽ ആയിരുന്നു. അതുപോലെ തന്നെ ഇവോൾവ് ചെയ്ത് വരുന്നതാണ് ഇപ്പം ക്രിട്ടിക്കൽ മിനറൽസ്. കാരണം വി ആർ ഓൺ എ ട്രാൻസിഷൻ ഫ്രം വാട്ട്? ഫ്രം ഫോസിൽ ഫ്യൂവൽ ടു റിന്യൂവബിൾ ഓർ നോൺ റിന്യൂവബിൾ സോഴ്സസ്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദിസ് ട്രാൻസിഷൻ ഇസ് ദ ഡിമാൻഡ് ഫോർ മെറ്റീരിയൽസ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടോന്ന് എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ. സോളാർ എനർജി. ഓക്കെ, അതായത് 1 ഗിഗാവാട്ട് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വി നീഡ് സോ മച്ച് ഓഫ് സിൽവർ, ടൺസ് ഓഫ് സിൽവർ, അതുപോലെ ആൻറ്റിമണി, അതുപോലെ ഒരുപാട് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് വേണം. സോ when we are facing a transition from fossil fuel to non fossil fuel, we are again faced with challenges. നമുക്ക് ഒരുപാട് സോളാർ എനർജി ഉള്ളത് കൊണ്ട് സോളാർ എനർജി ഹാർനസ് ചെയ്യാൻ പറ്റില്ല. അതിന് ടെക്നോളജി വേണം, സോളാർ പാനൽ വേണം. ഈ സോളാർ പാനലിന് അതിൻ്റെതായ മെറ്റീരിയൽസ് വേണം. കോപ്പർ വേണം. കോപ്പർ ഈസ് അനദർ മേജർ ഇഷ്യൂ. കോപ്പർ നമുക്കറിയാം, ചെമ്പ് കമ്പി, നമ്മൾ പ്രഥമദൃഷ്ടി അത് വലിയൊരു ഇതായിട്ട് നമുക്ക് തോന്നത്തില്ലെങ്കിലും ഓൺ എ ഗ്ലോബൽ സ്കെയിൽ കോപ്പർ ഈസ് ഫേസിങ് ലാർജ് പ്രഷേഴ്സ്. അതായത് നമ്മുടെ സർവേ പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോപ്പറിന് ക്ഷാമം വരും. കോപ്പർ വിൽ ബി ആസ് പ്രഷ്യസ് ആസ് ഗോൾഡ്. ബിക്കോസ് കോപ്പർ മൈൻസ് അധികമില്ല. ഉള്ള മൈൻസിലെല്ലാം പ്രശ്നങ്ങളാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെയുള്ള കോപ്പർ മൈൻസിലെല്ലാം പ്രശ്നങ്ങളാണ്. ദാറ്റ് വി വിൽ സീ ലേറ്റർ. അപ്പോൾ എനർജി ട്രാൻസിഷനിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ക്ഷാമം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ മിനറൽസ് ഒരു കോൺസെൻട്രേറ്റഡ് റിസോഴ്സാണ്. നമ്മുടെ നേരത്തെ ഓയിൽ പോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രിട്ടിക്കൽ മിനറൽസ് കോൺസെൻട്രേറ്റഡ് ആണ്. എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്? ചൈനയിലാണ്. അപ്പോൾ ചൈനയ്ക്ക് അത്ര ജിയോ പൊളിറ്റിക്കൽ കണക്ഷൻസ് ഒന്നും ഗ്ലോബലി ഇല്ല. അവർ സപ്ലൈ ചെയിൻ ബോട്ടിൽ നെക്സ്റ്റ് ഉണ്ടാക്കും. അവരതൊരു ജിയോ പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഗാലിയത്തിൻ്റെയൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട്.
ചൈന ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇപ്പോൾ US എന്താ ചൈനയെ താരിഫ് കൊടുത്ത് പേടിപ്പിക്കാൻ മടി? ബിക്കോസ് ദേ വിൽ സ്റ്റോപ്പ് ദ സപ്ലൈ ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ്. ക്രിട്ടിക്കൽ മിനറൽസ് ഉണ്ടെങ്കിൽ എനർജി ട്രാൻസിഷൻ പോസിബിൾ ആകത്തുള്ളൂ. ഓക്കെ. ലിഥിയം, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് റെയർ എർത്ത് എലമെന്റ്സ് ഹാവ് എമർജ്ഡ് ആസ് എ സ്ട്രാറ്റജിക് സ്റ്റോപ്പ് പോയിന്റ്സ് ഇൻ ദ ഷിഫ്റ്റ് ടു ലോ കാർബൺ എക്കോണമി. കണ്ടില്ലേ, ഇപ്പം ലിഥിയം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പറിൻ്റെ കഥയുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ക്രിട്ടിക്കൽ മിനറൽസ് എന്താണ് എന്ന് മനസ്സിലാക്കണം. ആ ക്ലാസിഫിക്കേഷൻ എവിടെ നിന്നാണ് വന്നത്? ഇന്ത്യയിൽ ക്രിട്ടിക്കൽ മിനറൽസ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ഉണ്ടായത്? അല്ല, ദർ വാസ് എ കമ്മിറ്റി ഓൺ ദ മിനിസ്ട്രി ഓഫ് മൈൻസ് ആൻഡ് ആ കമ്മിറ്റി പറഞ്ഞു ഇത്ര മിനറൽസിനെ നമ്മൾ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ പീരിയോഡിക് ടേബിളിനകത്ത് ട്രാൻസിഷൻ മെറ്റൽസ് പോലെയോ അല്ലെ റെയർ എർത്ത് എലമെന്റ്സ് പോലെയോ അങ്ങനെ ഒരു കെമിക്കൽ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. വാട്ട് വി ഫീൽ ക്രിട്ടിക്കൽ ഇസ് ക്രിട്ടിക്കൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ 30 ക്രിട്ടിക്കൽ മിനറൽസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അത് നമുക്ക് കാണാം, അടുത്ത സ്ലൈഡുകളിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ടു ആക്സസ് ദീസ് മിനറൽസ്, ഇൻഫ്ലുവൻസ് ഓഫ് എനർജി സെക്യൂരിറ്റി, ഇൻഡസ്ട്രിയൽ കോമ്പറ്റീറ്റീവ്സ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ പവർ. അപ്പം ഇനിയിപ്പം ഭാവിയിലോട്ടുള്ള ജിയോ പൊളിറ്റിക്സിനെ തീരുമാനിക്കുന്നത് ആക്സസ് ടു ക്രിട്ടിക്കൽ മിനറൽസ് ആയിരിക്കും. നേരത്തെ ഓയിൽ ആയിരുന്നെങ്കിൽ എനർജി ട്രാൻസിഷൻ സോണിൽ അല്ല ആ ഒരു പീരിയഡിൽ ക്രിട്ടിക്കൽ മിനറൽസ് ആയിരിക്കും ഇനി ജിയോ പൊളിറ്റിക്സ് ഇത് ചെയ്യാൻ പോകുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ട്രാൻസിഷൻ മനസ്സിലാക്കണം. ഫ്രം ഓയിൽ ടു ക്രിട്ടിക്കൽ മിനറൽസ്. ഓയിൽ ഈസ് ഗോൺ, ഓയിൽ ഈസ് ബീങ് ഫേസ്ഡ് ഔട്ട്. അത് ഫാസ്റ്റ് ആയിരിക്കും, ഇതുവരെ വന്നുള്ള സ്പീഡ് ആയിരിക്കില്ല ഇനി. ഇറ്റ് വിൽ ബി ഫേസ്ഡ് ഔട്ട് വെരി ഫാസ്റ്റ്. മെഷേഴ്സ് ടു അതിൻ്റെ സ്കീമുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്രിട്ടിക്കൽ എനർജി, ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ, അങ്ങനെ കുറച്ച് സ്കീമുകളുണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ്. അത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നോക്കണം ആ ഈ എനർജി ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം, പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഏതാ? അല്ല, ബഡ്ജറ്റിൽ ഇപ്പോൾ എല്ലാം ബഡ്ജറ്റിനകത്ത് പറയണമെന്നില്ല. ബഡ്ജറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്. അപ്പം സർവേയിൽ പറഞ്ഞിട്ടുണ്ടാവും, സർവേയിൽ മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും. സർവേയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? കഴിഞ്ഞ വർഷം നടന്ന നമ്മുടെ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചിലപ്പോൾ അതിന് മുമ്പും പോളിസീസ് വന്നിട്ടുണ്ടാവാം. ആ പോളിസീസ് ചിലപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അധികം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ വാലിഡ്. അതിനെപ്പറ്റി ചിലപ്പോൾ ചോദിക്കാം. എന്തായാലും പഠിച്ചു വെക്കണം. ഞാൻ സർക്കൊന്നുമില്ല. ഈ എനർജി ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം. സ്കീംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ സ്കീമാണ് ഇപ്പോൾ ഫെയിം, ഫാസ്റ്റർ അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ആ സ്കീമിനെ പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഏത് എക്കണോമിക് സർവേയിൽ ഉണ്ടോ? പഴയതാ? ആ സ്കീമിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ലെറ്റ്സ് സി. ഐ ഹാവ് നോട്ട് കം അക്രോസ് എ സ്കീം. ലെറ്റ്സ് സി. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫെയിം സ്കീമിൻ്റെ കാര്യം പറഞ്ഞു, അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് ഫെയിം 2.0 ഇസ് ആക്റ്റീവ്ലി ഗോയിങ് ഓൺ. അപ്പോൾ ആ സ്കീമിനെ പറ്റി നമ്മൾ പഠിക്കണം. അപ്പോൾ എക്കണോമിക് സർവേയിൽ ഉള്ളത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു എക്കണോമിക് സർവേ പഴയതാണ്, കഴിഞ്ഞ വർഷം നടന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. മാത്രമല്ല, മോർ ഇമ്പോർട്ടൻ്റ്ലി എംഫസിസ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ ഗ്ലോബൽ കോപ്പർ ഷോർട്ടേജ്, എക്കണോമിക് സർവേയിൽ ഒരു വലിയ പേജ് തന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ഗ്ലോബൽ കോപ്പർ ഷോർട്ടേജിനെ പറ്റി. ഇതൊക്കെ മെയിൻസ് വാല്യൂ ആഡഡ് പോയിന്റ്സ് ആണ് കേട്ടോ. ഇപ്പം ഗ്ലോബൽ കോപ്പർ ഷോർട്ടേജിനെ പറ്റി പ്രിലിംസിന് അങ്ങനെ കാര്യമായിട്ട് ചോദിക്കാനൊന്നുമില്ല. ചിലപ്പോൾ കോപ്പർ മൈൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയോ ചിലപ്പോൾ ചോദിക്കാം. ദീസ് ആർ ഓൾ മെയിൻസ് വാല്യൂ ആഡഡ് പോയിന്റ്സ്. Global copper shortages are likely in the near future. That is coming and we know that. Rapid expansion of AI data centers. അതാണ് ഗ്ലോബൽ കോപ്പർ ഷോർട്ടേജിനെ ഡ്രൈവ് ചെയ്യുന്ന പ്രധാന ഇഷ്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു AI ഡേറ്റാ സെൻറ്റേഴ്സിലോട്ടുള്ള ഫിനാൻസിനെ പറ്റി. അതായത് ഗ്ലോബൽ ഫിനാൻഷ്യൽ എൻവയൺമെൻറ്റിനെ സബോട്ടാജ് ചെയ്യാനും മാത്രം ശേഷിയുള്ള അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ആണ് AI ഡേറ്റാ സെൻറ്റേഴ്സിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നോളജിക്കൽ സൈഡും അങ്ങനെ തന്നെ ആയിരിക്കും. മെറ്റീരിയൽ ഇൻറ്റൻസിറ്റി ലൈക്ക് കോപ്പർ. ഓക്കെ, ഇപ്പം നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ സിലിക്കൺ ആണ്. സിലിക്കൺ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റീരിയൽസ് ഓൺ എർത്ത്. സിലിക്കൺ അത്രയും പ്രഷറൊന്നും വരുന്നില്ല. ബട്ട് കോപ്പർ ഇറ്റ് ഇസ് കമ്മിങ്. ദ കോപ്പർ ഇൻറ്റൻസിറ്റി ഓഫ് ക്ലീൻ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഈസ് എക്സ്ട്രീംലി ഹൈ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലീൻ എനർജിയിലോട്ട് നമ്മൾ ട്രാൻസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ ഇതിനു മുമ്പ് അധികം ചിന്തിച്ചിട്ടില്ല. വിൻഡ് എനർജി, കാറ്റടിക്കുന്നോളം കാലം വിൻഡ് എനർജി ഉണ്ടാവും, നമുക്കറിയാം. ബട്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകണമെങ്കിൽ ഇഫ് യു സി ഹ്യൂജ് വിൻഡ് ടവർ, അതിൻ്റെ സൈസ് കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ ഇത്രയും വലിയൊരു ടവർ അവിടെ സ്ഥാപിക്കണമെങ്കിൽ അത്രയും മെറ്റീരിയൽ തന്നെ വേണം, അത്രയും കോപ്പർ വയർ വേണം. ഇതിനകത്ത് ഒരു ടർബൈൻ, ഒരു ജനറേറ്റർ ഉണ്ടാവും. ആ ജനറേറ്ററിനകത്ത്
എനർജി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെയും കോപ്പറിൻ്റെ ഇത് ലൂപ്പുകൾ വേണം, കോയിലുകൾ വേണം. സോ അതുകൊണ്ട് ഒരു 1 GW ഓഫ് ടർബൈൻ 2800 ടൺ കോപ്പറാണ് എടുക്കുന്നത് 1 GW എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ പറയാം. നമ്മൾ ഇടുക്കി പവർ ഇതില്ലേ, ഇടുക്കി ഡാം, അവിടെ ഏകദേശം 700 മെഗാവാട്ടൊക്കെയാണ് അവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് വരുന്നത്. ഓക്കെ, 700 മെഗാവാട്ട്. അപ്പോൾ 1 GW, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയി. ഇടുക്കിയിൽ അത്രയും പവർ 700 മെഗാവാട്ടാണ്. സോ 1 GW വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏകദേശം 2800 ടൺ ഓഫ് കോപ്പർ വേണം. ഓക്കെ, സപ്ലൈയിങ് ദിസ് വുഡ് നീഡ് അപ്രോക്സിമേറ്റ്ലി ട്രക്ക് ലോഡ്സ് ഓഫ് കോപ്പർ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു എനർജി ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ സൈഡിലെ ഇഷ്യൂസ്. ഓക്കെ, മെയിൻസ് വാല്യൂഡഡ് പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. So another regional block is Mineral Security Partnership. Very important. ഇന്ത്യ കുറച്ചാൾ മുമ്പ് ജോയിൻ ചെയ്ത ഒരു പാർട്ണർഷിപ്പാണ് Mineral Security Partnership. Mineral Security Partnership is a plurilateral initiative aimed at securing reliable and sustainable supply of critical minerals. അതായത് ഈ മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് ഉണ്ടാവാനുള്ള കഥ തന്നെ നമ്മുടെ കോവിഡിന് ശേഷം ഒരുപാട് സപ്ലൈ ചെയിൻ ബോട്ടിൽനെക്സ് ഉണ്ടായി. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ ബോട്ടിൽനെക്സ് വന്നപ്പം വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് മനസ്സിലായി ഈസ്റ്റേൺ ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്ര നല്ലൊരു കഥയല്ല. ഫോർ എക്സാമ്പിൾ ചൈന, തായ്വാൻ, കാരണം അവിടെയൊക്കെ കോവിഡിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് എക്സ്പോർട്ട്സ് ഇല്ല. അപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് ബൈ ഡിഫോൾട്ട് അവർ അത് ഹാമ്പർ ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് അവർ മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ദിസ് പാർട്ണർഷിപ്പ് വാസ് സ്പിയർഹെഡഡ് ബൈ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് അത് കുറച്ച് അഡ്വാൻസ്ഡ് രാജ്യങ്ങളുടെ ഒരു പാർട്ണർഷിപ്പാണ്. അതിനകത്ത് ഇന്ത്യയും ഒരു അംഗമാണ്. ഓക്കെ, ഇറ്റ് റിഫ്ലെക്ട്സ് എ ഷിഫ്റ്റ് ഇൻ എനർജി സെക്യൂരിറ്റി തിങ്കിങ് ഫ്രം ഫോസൽ ഫ്യൂൽസ് ടു ക്രിട്ടിക്കൽ ആണോ അതും ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസിഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് എ തിങ്കിങ് ഫ്രം ട്രാൻസിഷൻ ഫ്രം ഫോസൽ ഫ്യൂൽസ് ടു renewable energy. India has become the 14th member of the Mineral Security Partnership. 14th member ആണ് മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പിൽ. ബാക്കി രാജ്യങ്ങളുണ്ട്, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം തന്നെ അഡ്വാൻസ്ഡ് രാജ്യങ്ങളാണ്. ഏഷ്യയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഓഫ് കൊറിയ, സൗത്ത് കൊറിയ മാത്രമാണ് അതിനകത്ത് മറ്റൊരു അംഗം. ഓക്കെ അല്ലേ? ജപ്പാനും ഉണ്ട്. ജപ്പാൻ. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ക്രിട്ടിക്കൽ മിനറൽസിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പും ഇന്ത്യ പങ്കാളിയാണ്. ഓക്കെ, അപ്പം മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ മെമ്പർഷിപ്പ് ഓഫ് ഇന്ത്യ സ്റ്റാറ്റസ്, ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്തതും ക്രിട്ടിക്കൽ മിനറൽസിനെ പറ്റി തന്നെയാണ്. ദ നാഷണൽ ക്രിട്ടിക്കൽ എനർജി മിഷൻ, ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഫോർ ദ സെൽഫ് റിലയൻസ് ഇൻ ക്രിട്ടിക്കൽ മിനറൽ സെക്ടർ. Critical mineral sector, and the Ministry of Mines identified 30 critical minerals. Ministry of Mines അതായത് 30 critical minerals നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. Now this is important. Okay, of these 30 critical minerals, 24 minerals have been included in Part D in Schedule 1 of Mines and Minerals Development Act 1957. Part D, Schedule 1. ഈ 24 critical minerals. Now why did I do that? Inclusion gives the central government exclusive authority to auction mining leases and composite licenses to these 24 minerals. അതായത് നമുക്ക് ഇന്ത്യയിലെ മിനറൽ മൈനിങ്ങിൻ്റെ ഒരു റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ് ക്യാൻ ഡു ഇറ്റ്. അത് ഏതാ മേജർ മിനറൽസിനില്ലേ ഉണ്ട്, സ്റ്റേറ്റ്സിന് ലൈസൻസ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ആൻഡ് ദേ ക്യാൻ ടേക്ക് ദ ഷെയർ, ദേ ക്യാൻ മേക്ക് ദ റെഗുലേഷൻസ് ഫോർ ഇറ്റ്, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 24 ക്രിട്ടിക്കൽ മിനറൽസിനെ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഈ MMDR ആക്ടിലെ ഷെഡ്യൂൾ 1 പാർട്ട് ഡി, ഇത്രയും ഡീറ്റെയിൽസ് പോലും ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, പാർട്ട് ഡി ഓഫ് ഷെഡ്യൂൾ 1 ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്. ഈ 24 മിനറൽസിനെ അതിനകത്ത് പെടുത്തി. നൗ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദ എക്സ്ക്ലൂസീവ് അതോറിറ്റി ടു ഗ്രാൻഡ് മൈനിങ് ലീസസ്. ദാറ്റ് ഈസ് ടു എൻഷുർ. അപ്പോൾ സ്റ്റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ സപ്ലൈ ഗവൺമെൻറ്റിന് എൻഷുർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ഇതിനകത്തൊന്ന് ഓർത്ത് വയ്ക്കുക. So Mines and Minerals Development and Regulation Act 1957, Part D, Schedule 1, 24 critical minerals ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വി വിൽ ചെക്ക് കേട്ടോ, ഇത് നമുക്ക് നോക്കാം. മേജർ ആൻഡ് മൈനർ മിനറൽസിൻ്റെ റെഗുലേഷൻ വിൽ സി.
Next is progress on poverty and inequality. The World Bank's International Poverty Line defines the minimum daily income needed to meet basic necessities. In June 2025, the World Bank revised its India's World Bank എന്ത് ചെയ്തു, അവർക്കൊരു പോവർട്ടി ലൈൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, അവരത് റിവൈസ് ചെയ്തു. സോ ദേ ബോട്ട് ഇറ്റ് ടു $3 per day. ഈ ഫാക്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, സ്റ്റിൽ യു ക്യാൻ കീപ്പ് ഇൻ മൈൻഡ്. വേൾഡ് ബാങ്കിൻ്റെ പോവർട്ടി ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നൗ $3 per day. സോ വാട്ട് ഇസ് മോർ സിഗ്നിഫിക്കൻറ്റ് ടു അസ് ഇസ് ദാറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ എങ്ങനെയാണ് പോവർട്ടി ലൈൻ തീരുമാനിക്കുന്നത്? എന്താണ് ഇന്ത്യയുടെ പോവർട്ടി മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ് ഇപ്പം ആസ് ഓഫ് നൗ? എന്തായിരിക്കും? പോവർട്ടി ലൈനാണോ? ഇനി പോവർട്ടി ലൈൻ ആണെങ്കിൽ ഏത് ലൈനാണ്? ഓർക്കുന്നില്ലേ? ഇതൊക്കെ വളരെ വളരെ ബേസിക് സാധനങ്ങളല്ലേ. ടെണ്ടുൽക്കർ കമ്മിറ്റി റിപ്പോർട്ട് കേട്ടിട്ടുണ്ടോ? രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ട് കേട്ടിട്ടുണ്ടോ? ഏതാദ്യം വന്നേ? ടെണ്ടുൽക്കർ കമ്മിറ്റിയാണ് 2009. അപ്പോൾ ആ ടെണ്ടുൽക്കർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ലൈൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അതൊക്കെ മാറി. പിന്നെ രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഗവൺമെൻറ് അംഗീകരിച്ചില്ല. ഓക്കെ, പൊളിറ്റിക്കൽ റീസൺസ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. അത് ലൈൻ കൂട്ടി. അത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ പേര് കൂടെ പോവർട്ടി ലൈനിലേക്ക് പോകും. ബട്ട് എബവ് ദാറ്റ് അതെല്ലാം വിട്ടിട്ട് നൗ വാട്ട് വി ആർ ഫോക്കസിങ് ഈസ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. കേട്ടിട്ടുണ്ടോ? അതായത് ഈ ടെണ്ടുൽക്കർ കമ്മിറ്റി, ഈ വേൾഡ് ബാങ്കിൻ്റെ പോവർട്ടി ലൈൻ എല്ലാം ചെയ്യുന്ന എന്താ, ഒരു എക്കണോമിക് മെഷർ മാത്രമാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ഇത്ര രൂപയുണ്ടെങ്കിൽ നിങ്ങൾ പോവർട്ടിക്ക് മുകളിലാണ് അല്ല താഴെയാണെന്ന് അവർ പറയുന്നത്. പക്ഷേ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്? അതായത് പൈസ കൊണ്ട് മാത്രം ജീവിതം ആകത്തില്ല. നമുക്ക് ജീവിക്കണ വേണം, ഹെൽത്ത് വേണം, എഡ്യൂക്കേഷൻ വേണം, ഷെൽട്ടർ വേണം, ലിവിങ് കണ്ടീഷൻസ് ബെറ്റർ ആവണം, എഡ്യൂക്കേഷൻ വേണം, എല്ലാം വേണം. സോ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കൊണ്ടുവന്നത്. ഇന്ത്യയിലെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആരാ കൊണ്ടുവരുന്നത്? നീതി ആയോഗിൻ്റെയാണ് കൊണ്ടുവരുന്നത്. നൗ വാട്ട് ഈസ് ദ ബേസ് ഫോർ ഇറ്റ്? എന്ത് നോക്കിയിട്ടാണ് ഇവർ ഈ MDR കൊണ്ടുവരുന്നത്? എന്ത് സർവേയാ? നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ പുതിയ സർവേ നടന്നിട്ടുണ്ട്. 2025-26 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 6ൻ്റെ റിപ്പോർട്ട്സ് വരും. 5 2021 കഴിഞ്ഞിരുന്നു. അതിൽ നിന്ന് ചോദ്യം വരാം. നേരത്തെ വന്നിട്ടുണ്ട്. UPSC ഇതുപോലത്തെ സർവേന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ നാഷണൽ ഫാമിലി മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ഇന്ത്യ അഡോപ്റ്റഡ് നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അലൈൻഡ് വിത്ത് ഗ്ലോബൽ standards released by Niti Aayog. The index is based on National Family Health Survey 2021. മെയിൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കും സർവേ 6 വരും. ഓക്കെ, അതിൻ്റെ റിപ്പോർട്ട് വരും. സർവേ കഴിഞ്ഞു, റിപ്പോർട്ട് വന്നാൽ മതി. ഓർത്തിരിക്കുക, ആ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ട് പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ട് വരുന്ന റിപ്പോർട്ടാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ സർവേക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈം ഗ്യാപ്പ് ഒന്നുമില്ല. സെൻസസ് 10 വർഷമാണെങ്കിൽ ഇതിന് അങ്ങനെയൊന്നുമില്ല. ഇത് 3 വർഷം തൊട്ട് 10 വർഷം വരെ ഗ്യാപ്പിലൊക്കെ ചിലപ്പോൾ ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. സോ കഴിഞ്ഞ പ്രാവശ്യം ഇൻഡെക്സ് എന്താണ് പറഞ്ഞത്? ദ ഷെയർ ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ ഹൂ ആർ മൾട്ടി ഡയമെൻഷനലി പുവർ ഹാസ് ഡിക്ലൈൻഡ് ഫ്രം 24% to 14.96%. ഇത് 2013 കണക്കാട്ടോ. 24%. ഇത് തീർച്ചയായിട്ടും ഗവൺമെൻറ് മാറിയ ഒരു ടൈമാണ് 2013-14. ആ സമയത്തെ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള 24% ഇന്ന്, അതായത് ഇന്ത്യയിൽ മൾട്ടി ഡയമെൻഷനലി പുവർ ആണ് എന്ന് പറയുന്ന 14% ആൾക്കാരാണ്. ക്ലോസ് ടു 15% ആൾക്കാരാണ് മൾട്ടി ഡയമെൻഷനലി പുവർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. സോ അതുകൊണ്ട് ഈ കൺസെപ്റ്റ് വന്നു. ഈ കൺസെപ്റ്റ് വന്നതോടുകൂടി നമ്മുടെ പോവർട്ടി ലൈൻ കൺസെപ്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടുന്നില്ല. അതാണ് ടെണ്ടുൽക്കർ കമ്മിറ്റി 2009. ഇന്നിപ്പോൾ എത്ര വർഷമായി? 16-17 വർഷമായി. എന്നിട്ട് അതിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം ദാറ്റ് ഈസ് ലെസ് സിഗ്നിഫിക്കൻറ്റ്, ദാറ്റ് ഈസ് ഗോൺ, ഔട്ട്ഡേറ്റഡ്. ഇനിയിപ്പം ഇതിനെ ഉള്ളൂ. ശരിയല്ലേ? ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സ് മാത്രം മതിയോ നമുക്ക് ജീവിക്കാൻ? പൈസ മാത്രം മതിയോ? പോരാ, മൾട്ടി ഡയമെൻഷൻസ് വേണം. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എക്കണോമിക്സ് ടെക്സ്റ്റ് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് പഠിക്കാൻ? NCERTയോ? ശങ്കർ ഗണേഷ് പഠിച്ചിട്ടുണ്ടോ? അതിനകത്തൊരു ചാപ്റ്റർ തന്നെ ഉണ്ട് ഇതിനെപ്പറ്റി. ഈ പുതിയ എഡീഷനിലോ മറ്റോ. ഇതാണ് അതിൻ്റെ ഇൻഡിസസ് ആൻഡ് വെയ്റ്റ്സ്. ഈ വെയ്റ്റ്സ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യു റീഡ് ത്രൂ ഇറ്റ്. ഓക്കെ, sometime if you get time, just read through it. Don't by heart the weights and all, just read through it. So our next topic is global AI divide.
നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? എന്താ ഡിജിറ്റൽ ഡിവൈഡ്? അതായത് ഡിജിറ്റൽ ലിറ്ററസി ഭയങ്കര വ്യത്യാസമാണ്, ഭയങ്കര വെഡ്ജിങ് ആണ് നടന്നിട്ടുള്ളത്. സോ ഡിജിറ്റൽ ഡിവൈഡും കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ലോകത്തെ AI ഡിവൈഡിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നോ AI ഡിവൈഡ് ഇസ് നോട്ട്, ഇറ്റ് ഇസ് ഡിജിറ്റൽ ഡിവൈഡ് ഇസ് വിത്ത് പീപ്പിൾ. ആൾക്കാരിൽ ഉണ്ടാകുന്ന ഡിജിറ്റൽ ഡിവൈഡിനെ പറ്റിയാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്തത്. ബട്ട് ദിസ് ഇസ് വിത്ത് കൺട്രീസ് AI ഡിവൈഡ്. സോ വാട്ട് ഇസ് AI ഡിവൈഡ്? AI ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കുക, AIയുടെ ആക്സസിനെ പറ്റിയല്ല. മൊബൈൽ ഫോണുള്ള എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസുള്ള ആർക്കും AI ആക്സസ് ചെയ്യാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദ ഗ്ലോബൽ AI ഡിവൈഡ് ഇസ് ഡ്രിവൺ ബൈ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു തിങ്സ്. എന്തൊക്കെയാണ്? ഫ്രോണ്ടിയർ മോഡൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ലെഡ് ഡെവലപ്മെൻറ്റ്. ഇംപ്ലിസിറ്റ് ആണ്, പേര് തന്നെയുണ്ട് എന്താ സംഭവം എന്നുള്ളത്. ഈ രണ്ടെണ്ണം പഠിച്ചു വെക്കണം, മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഫ്രോണ്ടിയർ മോഡൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ലെഡ് AI ഡെവലപ്മെൻറ്റ്. സോ എന്താണ് ഫ്രോണ്ടിയർ മോഡൽ ഡെവലപ്മെൻറ്റും ആപ്ലിക്കേഷൻ ലെഡ് ഡെവലപ്മെൻറ്റും? വാട്ട് ഡു യു തിങ്ക് ഇറ്റ് ഇസ്? വളരെ സിമ്പിളാണ് കൺസെപ്റ്റ്. ഇപ്പം ChatGPT നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടോ? ChatGPT യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ChatGPT ആസ് ഇറ്റ് ഈസ് അതൊരു ഫ്രോണ്ടിയർ മോഡലാണെന്ന് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. നൗ ChatGPTയെ പിന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ആ വെബ്സൈറ്റിന് ഒരു ചാറ്റ് ബോട്ടിനെ ഞാൻ കൊടുത്തു. ആ ചാറ്റ് ബോട്ടിൻ്റെ പിന്നിലിരിക്കുന്നത് ChatGPT ആയിരിക്കും. അപ്പോൾ ആ ചാറ്റ് ബോട്ട് എന്തായി? ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ലെഡ് ഡെവലപ്മെൻറ്റ്. അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ലെഡ് ഡെവലപ്മെൻറ്റ്. പക്ഷേ ഈ ടെക്നോളജി കൊണ്ടുവന്ന ആരാ? ദാറ്റ് ഈസ് ഫ്രോണ്ടിയർ മോഡൽ ഡെവലപ്മെൻറ്റ്. കൺസെപ്റ്റ് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ കൺസെപ്റ്റ്? ഈസി അല്ലേ? സോ ഫ്രോണ്ടിയർ മോഡൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബിൽഡിംഗ് ലാർജ് ഫൗണ്ടേഷണൽ AI മോഡൽസ്. അതായത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോർ ടെക്നോളജി, ഇപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള മോഡലുകളെ നിർമ്മിക്കുക. ഓക്കെ, ഇറ്റ് റിക്വയർസ് മാസീവ് കമ്പ്യൂട്ടിംഗ് പവർ, അഡ്വാൻസ്ഡ് ചിപ്സ്, ഡാറ്റാ സെൻറ്റേഴ്സ് ആൻഡ് ക്യാപിറ്റൽ. വി നോ ദാറ്റ്. കോൺസെൻട്രേറ്റഡ് ഇൻ എ ഫ്യൂ കൺട്രീസ് ആൻഡ് ബിഗ് ടെക് ഫേംസ്. അതായത് USA വലിയ സ്റ്റാർട്ടപ്പുകൾ, ഇപ്പം OpenAI എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ്, അതുപോലെയുള്ള ഇപ്പം മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ജെമിനി. അപ്പോൾ ഗൂഗിൾ പോലത്തെ കമ്പനികൾക്കൊക്കെയാണ് ഈ ഫ്രോണ്ടിയർ മോഡൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്ന എന്താ? വി ആർ യൂസിങ് ഇറ്റ്. നമ്മൾ സ്വന്തമായിട്ട് മോഡൽസൊക്കെ നമ്മൾ IT കമ്പനികളൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഐ ഡോണ്ട് നോ, മേ ബി ദേ മേ ബി ട്രൈങ് ടു ഡെവലപ്പ്. ബട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് കൂടുതലായിട്ടും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി ട്രാൻസിഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ പ്രശ്നങ്ങൾ പോലെ തന്നെ AI ടെക്നോളജിയിലും ഇത് ബാധിക്കും. ലോജിക്കലാണല്ലോ. അതായത് AI കോൺസെൻട്രേറ്റ് AI ഡെവലപ്മെൻറ്റ് കുറച്ച് രാജ്യങ്ങളിൽ കോൺസെൻട്രേറ്റഡ് ആണ്. അവർ നാളെ അവരുടെ പ്രൊഡക്ട്സ്, വി ആർ സോ മച്ച് ഡിപ്പെൻഡൻ്റ് ഓൺ AI നൗ. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് നാളെ നമുക്ക് തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഓക്കെ, വി നോ ദാറ്റ്. സോ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഈസ് മോർ ആക്സസിബിൾ ടു ഡെവലപ്പ് ഇൻ സ്മോളർ ഫേംസ്. സോ ഇതാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഒരു ബിഗ് AI ഡിവൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രോണ്ടിയർ മോഡൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ലെഡ് ഡെവലപ്മെൻറ്റ്. ക്ലിയർ അല്ലേ ഈ കൺസെപ്റ്റ്? പിന്നെ എക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഡെഡ് ക്യാപിറ്റലിനെ പറ്റി. കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഡെഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അർബൻ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ലാൻഡ് ഒരു ക്യാപിറ്റലാണ്. അല്ലെങ്കിൽ വേറെ ഏത് ക്യാപിറ്റൽ എടുത്താലും ആ ക്യാപിറ്റൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അത് യൂസ് ചെയ്യാൻ സാധിക്കും, എന്നാൽ മാത്രമേ അത് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, ചില സ്ഥലങ്ങൾക്കൊക്കെ ലീഗൽ പ്രശ്നങ്ങളുണ്ടാവും. വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. ആ ലീഗൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ലാൻഡ്, അതിൻ്റെ ഒന്നാമതൊരു എക്സാമ്പിൾ എക്കണോമിക് സർവേ ലാൻഡിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, സിറ്റിയിലെ ലാൻഡുകളെ പറ്റി. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ മുംബൈയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ധാരാവി സ്ലം ഏരിയ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലം, ഞാൻ മുംബൈയിലൊക്കെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഇത്രയും വലിയ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഇതുപോലെയുള്ളൊരു വലിയൊരു സ്ലം കിടക്കും. വൈ ഡോണ്ട് ദേ റീഡെവലപ്പ് ഇറ്റ്? ബിക്കോസ് അതിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് രേഖകളില്ല. ആ സ്ഥലം ആരുടെ ഓണർഷിപ്പിലുള്ളതാണെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ചുമ്മാ സ്ഥലം എടുത്ത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദാറ്റ് ഇസ് എ ഡെഡ് ക്യാപിറ്റൽ. വി കനോട്ട് യൂസ് ഇറ്റ്. അപ്പോൾ സിറ്റീസിൽ ഡെഡ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കൂടി വരുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഇപ്പോൾ എറണാകുളം സിറ്റി അല്ലെ ട്രിവാൻഡ്രം സിറ്റി, അതിന് നടുക്കുള്ള ഒരു ലാൻഡ്, ആ ലാൻഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ആ ലാൻഡിനെ നമുക്ക് കൊളാറ്ററായിട്ട് യൂസ് ചെയ്യാം. ആ ലാൻഡിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് കൊണ്ടുവരാം, റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് കൊണ്ടുവരാം.
പക്ഷേ ഈ കോംപ്ലക്സിറ്റി, ഈ ലീഗൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെഗുലേറ്ററി ലീഗൽ മാർക്കറ്റ് ഇനെഫിഷ്യൻസി വിട്ടേക്കുക, ഇതുപോലുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വി കനോട്ട് യൂസ് ദാറ്റ് ക്യാപിറ്റൽ ആൻഡ് ദാറ്റ് ഐഡിയ ഈസ് ഡെഡ് ക്യാപിറ്റൽ. ഓക്കെ, another concept is circular water economy. വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. ബിഫോർ ഗോയിങ് ടു ദാറ്റ്, സർക്കുലർ എക്കോണമി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? എന്താണ് സർക്കുലർ എക്കോണമി? RRR, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അതായത് ഒരു കമ്പോണൻറ്റ്, അത് ഇപ്പം നമ്മുടെ ഒരു മൊബൈൽ ഫോൺ, അത് മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, പുതിയൊരു സാധനം ഉണ്ടാക്കാതെ അത് മാക്സിമം യൂസ് ചെയ്യുക. യൂസ് ചെയ്തതിന് ശേഷം മാക്സിമം യൂട്ടിലൈസേഷന് ശേഷം അത് റീസൈക്കിൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കമ്പോണൻസ് എടുത്ത് അത് വീണ്ടും ഉപയോഗിക്കുക. അതാണ് നമ്മുടെ സർക്കുലർ എക്കോണമി. ഇനി ഇന്ത്യയിലെ സിറ്റീസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വാട്ടർ ക്രൈസിസ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഡൽഹി, ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ സർക്കുലർ വാട്ടർ എക്കോണമി, സെയിം കൺസെപ്റ്റ്. വി ആർ റീയൂസിങ് വാട്ടർ, അത്രേ ഉള്ളൂ. പുതിയ സോഴ്സസ് ഒന്നും കണ്ടെത്താതെ എക്സിസ്റ്റിംഗ് വാട്ടറിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അത് ആ വെള്ളം മാക്സിമം യൂസ് ചെയ്യുക. 1 ലിറ്റർ വെള്ളമാണെങ്കിൽ അത് എന്തിനെല്ലാം യൂസ് ചെയ്യാവും അതെല്ലാം കഴിഞ്ഞിട്ട് അത് റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും അത് യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് സർക്കുലർ വാട്ടർ എക്കോണമി. വളരെ വളരെ ഈസി കൺസെപ്റ്റാണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്, ഇൻഫിനിറ്റി ട്രാപ്പ്. അതും സിമ്പിൾ എക്കണോമിക് കൺസെപ്റ്റാണ്. ഡു യു ഗൈസ് നോ വാട്ട് ഇസ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്? എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്? RBIയുടെ മോണിറ്ററി പോളിസിക്ക് 2 ടൈപ്പാണുള്ളത്. എന്തൊക്കെയാണുള്ളത്? ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവിനകത്ത് എന്തൊക്കെയാണുള്ളത്? റിപ്പോ റേറ്റ് കാര്യങ്ങൾ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന എന്താ? ക്വാണ്ടിറ്റേറ്റീവ് പോളിസീസ്. മനസ്സിലാക്കുക, ഈസിങ്. ഈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിനെ പറ്റി പഠിച്ചിട്ടില്ല എക്കണോമിക്സിൽ? ഒന്നുമില്ല, സിമ്പിൾ കൺസെപ്റ്റ് വെച്ചാൽ ഒരു അക്കോമഡേറ്റീവ് മോണിറ്ററി പോളിസി. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ വെരി ലോ, വി ഹാവ് സോ മച്ച് ഫണ്ട് ടു ബോറോ, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്. ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ വെരി ലോ, ടു ലോ. ഓക്കെ, അപ്പം ഇഷ്ടംപോലെ മാർക്കറ്റിൽ ഫണ്ടുണ്ട്, ഇഷ്ടംപോലെ ബോറോ ചെയ്യാം, ഇഷ്ടംപോലെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്. നൗ ദ സർവേ സേസ് ദാറ്റ് there is a trap in this. അതായത് നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പോളിസീസ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അത് നമ്മൾ കണ്ടു. നമ്മൾ ജപ്പാൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു. ജപ്പാൻ്റെ എക്സാമ്പിൾ എന്താ പറയുന്നത്? അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഭയങ്കര ലോ ആണ്, 0 ആണ്, ചിലപ്പം നെഗറ്റീവിലോട്ടും പോകും. അപ്പോൾ അവരിപ്പം അതിൽ നിന്ന് പതുക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വരും. ആ കൺസെപ്റ്റ് മനസ്സിലായായിരുന്നോ? ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആയിട്ട് കിടക്കുന്നു, ആ ലോ ആയിട്ട് കിടക്കുന്നത് പതുക്കെ അവർ അവിടെ കൂട്ടിയപ്പോൾ നടന്ന പ്രശ്നങ്ങൾ, മാക്രോ എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി, ബോണ്ട് ഈൽഡിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫിനിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസ്, പ്രൈവറ്റ് ഫേംസ്, ആരാണെങ്കിലും ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദേ ആർ മച്ച് ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ് ഈസി ക്രെഡിറ്റ്. നമുക്ക് എപ്പോഴും ക്രെഡിറ്റ് പെട്ടെന്ന് പോകുമ്പോൾ ക്രെഡിറ്റ് ആക്സസിബിൾ ആണ്, പാടുന്നില്ല. അപ്പം ഗവൺമെൻറ്റ്സിനോ സെൻട്രൽ ബാങ്ക്സിനോ പെട്ടെന്ന് ഈ ഈസിങ് ഒന്ന് മാറ്റണം, റേറ്റ് ഒന്ന് കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എക്കോണമി തകർന്നു പോകുന്നൊരവസ്ഥ. ഇൻഫിനിറ്റ് ആയിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം. ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ, ജപ്പാൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു, ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ പോലും എക്കണോമി ഇൻസ്റ്റേബിൾ ആകുന്ന ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്, ഇൻഫിനിറ്റി ട്രാപ്പ്. QE infinity trap refers to a situation where central banks struggle to exit prolonged quantitative easing without risking financial instability. മനസ്സിലായോ ഈ കൺസെപ്റ്റ്? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്, ലിക്വിഡിറ്റി ട്രാപ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കേട്ടിട്ടില്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഉണ്ട്. ഓക്കെ. Anyway, if you have any doubts, ask me. Okay. Financial market, asset prices, credit systems becoming highly dependent on sustained liquidity support. Attempt to monetary normalization can trigger market volatility, sharp asset prices. പ്രശ്നങ്ങളൊക്കെയാണ്. ക്ലിയർ അല്ലേ ഈ ടോപ്പിക്ക്? സോ ദാറ്റ് ഇസ് ഇറ്റ്. നമ്മുടെ എക്കണോമിക് സർവേ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.
കുറച്ചുകൂടെ ചെറിയ ടോപ്പിക്സ് ഉണ്ട്. വി വിൽ ഡിസ്കസ് ദാറ്റ് ഇഫ് റിക്വയർഡ് ലേറ്റർ. സോ എക്കണോമിക് സർവേയുടെ കീ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഹ്യൂജ് ഡോക്യുമെൻറ്റ്, വി കനോട്ട് കവർ ഇറ്റ് ആസ് എ ഹോൾ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ റീഡ് ഇറ്റ്, ജസ്റ്റ് റീഡ് ഇറ്റ്. കുറേ ഉണ്ട്, 100-700 പേജുണ്ട്. ബട്ട് ഇഫ് യു ഹാവ് ടൈം റീഡ് ഇറ്റ്, ഓക്കെ. ബിക്കോസ് അത് എപ്പോഴും ബെനിഫിറ്റ് ആയിരിക്കും. എക്കണോമിക്സിലൊക്കെ കുറച്ചും കൂടെ ഒരു സോളിഡ് ബേസ് വരും. ആൻഡ് വി ഹാവ് കവേർഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഞാൻ പറയുന്നത് നിങ്ങൾ അതിൻ്റെ സമ്മറിയിൽ ഡിപ്പെൻഡ് ചെയ്തത്. ഇപ്പം എക്കണോമിക് സർവേയുടെ മെയിൻ ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ സമ്മറി എടുത്തു കഴിഞ്ഞാൽ സമ്മറിയിൽ ഒന്നുമില്ല സമ്മറിയിൽ. വളരെ കുറച്ച് ഡേറ്റ ടേബിൾസ് ഒക്കെ മാത്രമേ അതിനകത്ത് കൊടുത്തു. അവർ സമ്മറി എന്തിനാണ് ഇറക്കിയെന്നവരും എനിക്കറിയത്തില്ല. അത്രയും ചെറിയ ഇൻഫർമേഷൻ സമ്മറിയിലുള്ളൂ. സോ ഡിപ്പെൻഡ് ഓൺ അവർ ക്ലാസ് ആൻഡ് ഇഫ് യു ഹാവ് ടൈം റീഡ് ദ ഡോക്യുമെൻറ്റ്സ്. സോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. ആ സ്ലൈഡ് വായിക്കണം. നമ്മുടെ സ്ലൈഡ്സ് എല്ലാം ഞാൻ തന്നിട്ടുണ്ട്. റീഡ് ഇറ്റ്, ഓക്കെ. ഇതേറ്റി So budget 26-27. So ബഡ്ജറ്റിനെ പറ്റി നിങ്ങൾ പഠിക്കുമ്പം ബഡ്ജറ്റ് ഇസ് ഗിവൺ ആസ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. സോ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കാൾ മുമ്പ് അതിൻ്റെ ബഡ്ജറ്റ് ഡോക്യുമെൻസിനെ പറ്റി ഒരു ഐഡിയ വേണം. അത് നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫിസിക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെൻറ്റ്, മൈക്രോ എക്കണോമിക് പോളിസി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരുന്ന ഡോക്യുമെൻറ്റ്സ്, അതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ വേണം. പിന്നെ കുറച്ച് ഫണ്ടുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കണ്ടീജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. അതൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല, അതൊക്കെ എക്കണോമിക്സ് സബ്ജക്റ്റ് മാറ്റേഴ്സ് ആണ്. ബട്ട് യു നീഡ് ടു ഹാവ് എൻ ഐഡിയ ഉണ്ട്. കാരണം ബഡ്ജറ്റ് തുടങ്ങുന്നത് തന്നെ അത് വെച്ചിട്ടാണ്. ഏതൊക്കെ ഡോക്യുമെൻറ്റ് അതെല്ലാം കൃത്യമായിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ തന്നെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, അതിനകത്ത് എന്തൊക്കെ വേണം, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ് from economics theoretic subject perspective, okay. So moving to the budget, so what are the aims? To transform aspiration into achievements and to potential into performance. അതായത് നമ്മുടെ ആസ്പിറേഷൻസ് ബഡ്ജറ്റിൻ്റെ തീം തന്നെ അതാണ്, ആസ്പിറേഷൻസ് നടപ്പാക്കുക, അതുപോലെ പൊട്ടൻഷ്യലിനെ പെർഫോമൻസ് ആക്കി മാറ്റുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് പല ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ, അതായത് ഇന്ത്യക്ക് ക്രിട്ടിക്കൽ മിനറൽസിനെ ഉൽപ്പാദിപ്പിക്കാനും പ്രോസസ്സ് ചെയ്യാനും, അത് പറഞ്ഞില്ലായിരുന്നോ? ക്രിട്ടിക്കൽ മിനറൽ മിഷൻ പറഞ്ഞു, ഓക്കെ. അത് എക്സ്ട്രാക്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെയുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ബട്ട് വി ആർ അണ്ടർ പെർഫോമിങ് ഇൻ ഇറ്റ്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് സ്കീംസ് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ പില്ലേഴ്സ് നമുക്കറിയാം, മോണിറ്ററി മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി, ദാറ്റ് വി ഹാവ് ഓൾറെഡി അച്ചീവ്ഡ്. എക്കണോമിക്സ് യു നീഡ് ടു റീഡ് ബഡ്ജറ്റ് വിത്ത് റെഫറൻസ് ടു എക്കണോമിക് സർവേ. അതുകൊണ്ടാണ് എക്കണോമിക് സർവേ ആദ്യം വരുന്നത്. എക്കണോമിക് സർവേ വന്നിട്ടാണ് ബഡ്ജറ്റ് വരുന്നത്, ഓക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റെബിലിറ്റിയെ പറ്റി പറയുന്നു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് ഫുൾ അതാണ് എടുത്തത്. ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ പറ്റിയായിരുന്നു ഫസ്റ്റ് ക്ലാസ് മുഴുവൻ എടുത്തത്. പിന്നെ ഫിസിക്കൽ ഡിസിപ്ലിൻ നമുക്കറിയാം, നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ്, നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എല്ലാം കൺട്രോളിലാണ്, കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സസ്റ്റെയിൻഡ് ഗ്രോത്ത്, വി ആർ അച്ചീവിങ് ലൈക്ക് 7% ഗ്രോത്ത് നമുക്കുണ്ട്. മോഡറേറ്റ് ഇൻഫ്ലേഷൻ നമ്മൾ കണ്ടു, കോർ ഇൻഫ്ലേഷൻ സ്ട്രോങ് ആണ്, ബട്ട് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആൻഡ് ഫുഡ് ഇൻഫ്ലേഷൻ ഇസ് വെരി മോഡറേറ്റ്. സോ അതൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ബേസ് ഫൗണ്ടേഷൻ. പിന്നെ ബഡ്ജറ്റ് പറയുന്നൊരു കാര്യം, വി നീഡ് ടു ബഡ്ജറ്റിൻ്റെ what our budget is based on. Budget is based on this thing, that is we need to achieve a very high growth rate of 7%. ഇതൊരു മെയിൻസ് വാല്യൂ ആഡഡ് പോയിന്റ് ആണോ ഇത് ഫുള്ള്. ഹൗ ക്യാൻ വി അച്ചീവ് 7% ഗ്രോത്ത് റേറ്റ്? ദ ഫസ്റ്റ് പോയിന്റ് ഇസ് എനർജി സെക്യൂരിറ്റി. എനർജി സെക്യൂരിറ്റിയിൽ നമ്മൾ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ കണ്ടു. ഇന്ത്യയുടെ ഇതിനകത്തുള്ള ഡിപ്പെൻഡൻസ്, ക്രിട്ടിക്കൽ മിനറൽസിലുള്ള ഡിപ്പെൻഡൻസ്, അതിൻ്റെ ഇമ്പോർട്ട് പൊട്ടൻഷ്യൽ, അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എല്ലാം നമ്മൾ കണ്ടു. പിന്നെ എനർജി സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ട് നമ്മൾ ശാന്തി ബില്ല് കൊണ്ടുവന്നു. ശാന്തി ബില്ല് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം. ശാന്തി ബില്ലിൻ്റെ കീ ഇതെന്തായിരുന്നു? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ന്യൂക്ലിയർ എനർജി. അതുപോലെ ന്യൂക്ലിയർ ലയബിലിറ്റിയിൽ വരുന്ന
മാറ്റങ്ങൾ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ കണ്ടു എനർജി സെക്യൂരിറ്റിയിൽ വി അച്ചീവ്ഡ് ക്ലോസ് ടു 50% ഇൻ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി. അതൊക്കെയാണ് എനർജി സെക്യൂരിറ്റിയിൽ വന്ന കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ എക്കണോമിക് സർവേയിൽ കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. 2, റെഡ്യൂസ്ഡ് ക്രിട്ടിക്കൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽസിലെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കുക. എന്തൊക്കെയായിരിക്കും? സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ അതിന് എന്തുണ്ട്? നമുക്ക് ഇന്ത്യക്ക് സെമി കണ്ടക്ടർ മിഷൻ ഉണ്ട്. പിന്നെ വേറെ എന്തായിരിക്കും ഒരു ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ക്രൂഡ് ഓയിൽ. തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ ഡിപ്പെൻഡൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്താ ഉള്ളത്? ക്രൂഡ് ഓയിൽ ഇസ് എ വെരി ക്രിട്ടിക്കൽ ഇമ്പോർട്ട്. 80% ഓഫ് അവർ എനർജി. അത് കുറയ്ക്കാൻ നമുക്ക് എന്താ ഉള്ളത്? അതെ, അതൊക്കെ നമ്മൾ പറഞ്ഞു. പുതുതായിട്ട് എന്താ ഉള്ളത്? പുതുതായിട്ടല്ല, എത്തനോൾ ബ്ലെൻഡിങ്. വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇത്ര ലാക്ക് ക്രോർസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായി, ഇത്ര % ഇമ്പോർട്ട്സ് കുറച്ചു. എത്തനോൾ ബ്ലെൻഡിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിൻ്റെ ഫീഡ് സ്റ്റോക്കിന് കൊടുക്കുന്ന പ്രൈസ്, അഡ്മിനിസ്ട്രേഡ് പ്രൈസ് മെക്കാനിസം, അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. എത്തനോൾ ബ്ലെൻഡിങ്. പിന്നെ ഫാർ റീച്ചിങ് സ്ട്രക്ചറൽ റീഫോംസ്. എന്താണ്? ഗ്രോത്ത് റേറ്റ് കൂട്ടാൻ നമ്മൾ കണ്ട സ്ട്രക്ചറൽ റീഫോംസ് എന്തൊക്കെയായിരുന്നു? GST ഓവർഹോൾ ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് സെക്ടറിൽ വന്ന മാറ്റങ്ങൾ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 100% ആക്കി കൂട്ടി. പിന്നെ ടാക്സ് റീഫോംസ്, ഇൻകം ടാക്സ് ലാബുകൾ മാറ്റി. പിന്നെ ഇതെല്ലാം സ്ട്രക്ചറൽ റീഫോംസിൻ്റെ ഭാഗമാണ്. നമ്മുടെ ശാന്തി ബില്ല് എല്ലാം അതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഫിസിക്കൽ പ്രൂഡൻസ് നമ്മൾ കണ്ടു. ഫിസിക്കൽ പ്രൂഡൻസിൻ്റെ ഭാഗമായിട്ട് വാട്ട് ഡിഡ് വി ഡു? വി റെഡ്യൂസ്ഡ് അവർ ഫിസിക്കൽ ഡെഫിസിറ്റ്. മോർ ഇമ്പോർട്ടൻ്റ്ലി വി റെഡ്യൂസ്ഡ് വാട്ട്? പ്രൈമറി ഡെഫിസിറ്റ്. പറഞ്ഞായിട്ട് ഓർമ്മയില്ലേ? ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. വാട്ട് ഡിഡ് വി സീ ഇൻ ദാറ്റ്? മജോറിറ്റി ഓഫ് അവർ ബോറോയിങ്സ് ആർ യൂസ്ഡ് ഫോർ കൺസംഷൻ. ആണോ? അല്ല, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. അതാണ് ഡെഫിസിറ്റ് കുറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ അതാണ്. മേജർ പോർഷൻ ഓഫ് അവർ ബോറോയിങ്സ് വി ആർ യൂസിങ് ഇറ്റ് ഫോർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. മോണിറ്ററി സ്റ്റെബിലിറ്റി. RBIയുടെ റിപ്പോ റേറ്റ് കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇതെല്ലാം എക്കണോമിക് സർവേയിൽ കണ്ടതാണ്, ബഡ്ജറ്റിലും ഉണ്ട്. ഞാൻ എടുത്ത് പറയുന്നില്ല, പഠിപ്പിച്ചതായതുകൊണ്ട് ഐ എം ജസ്റ്റ് റീകളക്ടിങ് ഇറ്റ് എവറിത്തിങ്. ഓക്കെ, സ്ട്രോങ് പുഷ് ഓൺ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് സ്ട്രോങ് പുഷ് ഓൺ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്? അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപെക്സ് കൂടി. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഒന്നുമില്ല, ഫോർമുല എന്നൊന്നും ഇല്ല. സെൻറ്ററിൻ്റെ എക്സ്പെൻഡിച്ചറും സ്റ്റേറ്റ്സിന് കൊടുക്കുന്ന ഗ്രാൻസും കൂടെ ചേർത്തിട്ടുള്ള ഇതാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്കീം എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? സാക്സി സ്കീം, സെൻറ്റേഴ്സ് അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ്, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ്. അതൊക്കെയാണ് സ്ട്രോങ് ത്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത്. പിന്നെ സിറ്റിസൺസ് ബെനിഫിറ്റ് ഫ്രം ഗവൺമെൻറ് ആക്ഷൻസ്. അതായത് ഒന്നുമില്ലാതെ ഗവൺമെൻറ് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് സിറ്റിസൺസിന് ബെനിഫിറ്റ് ചെയ്യണം. ചുമ്മാ കഥ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം നടക്കണം. അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ പഴയ എക്സാമ്പിൾ, ഇപ്പോൾ സിറ്റിസൺസ് ചാർട്ടർ, അത് സിറ്റിസൺസ് ബെനിഫിറ്റ്. എന്താണ് സിറ്റിസൺസ് ചാർട്ടർ? പഴയ കൺസെപ്റ്റാണ്, കുറച്ച് നാൾ മുമ്പത്തെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ്, അവിടെ നിന്ന് കിട്ടുന്ന സർവീസ് എന്തൊക്കെയാണ്, അതെല്ലാം കൂടെ പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് സിറ്റിസൺസ് ചാർട്ടർ. ചെറിയ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സിറ്റിസൺസ് ബെനിഫിറ്റ് ഫ്രം ഗവൺമെൻറ് ആക്ഷൻസ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട്. അതിനകത്ത് കാര്യങ്ങൾ പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ബഫർ സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. എനിത്തിങ് ദാറ്റ് ദ ഗവൺമെൻറ് ഡസ് ഷുഡ് ബെനിഫിറ്റ് ദ സിറ്റിസൺസ്, അത്രേ ഉള്ളൂ. ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യണം. അതിന് ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീംസ് എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിൻ്റെ എക്സ്പോർട്ട് ഇതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഏതൊക്കെയുണ്ട്? എക്സ്പോർട്ട് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്, യെസ്, ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മളതിൻ്റെ എക്സ്പോർട്ട് ഗ്രോത്ത്, അതിൻ്റെ ന്യൂട്രാലിറ്റി, അതെല്ലാം നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതിനകത്ത് എല്ലാം നമുക്ക് വയ്ക്കാം. സെമി കണ്ടക്ടർ മിഷൻ വയ്ക്കാം, ഫെയിം വയ്ക്കാം, ഫാസ്റ്റർ അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് അത് വയ്ക്കാം. എനിത്തിങ് ക്യാൻ ബി ദ. സോ നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞു. ഓക്കെ, അതെല്ലാം ഓർത്ത് വയ്ക്കുക എന്താ കേസ് എന്നുള്ളത്. അത് സ്ലൈഡിനകത്തുണ്ട് കേട്ടോ. സോ നമ്മുടെ ബഡ്ജറ്റിൽ പറയുന്ന ഒരു കാര്യം, പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ കുറേ ഹെഡുകളുണ്ട്. ഈ ഹെഡുകളിനകത്ത് കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സസ്റ്റൈനിങ് എക്കണോമിക് ഗ്രോത്ത്, പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെൻറ്റ്, ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ്, ഫിസിക്കൽ മാറ്റേഴ്സ്, ഇതൊക്കെ എന്താ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സസ്റ്റൈനിങ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ അതിനകത്ത് ഈ സർവേ പറയുന്നത് കർത്തവ്യാസ് എന്ന് പറഞ്ഞ് 3 കർത്തവ്യാസ് എന്ന് പറഞ്ഞിട്ട് ഐഡിയയിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം കർത്തവ്യ ഭവൻ, നമ്മുടെ പുതിയ സെൻട്രൽ സെക്രട്ടേറിയറ്റ്,
അവിടെ നടന്നിരിക്കുന്ന ആദ്യത്തെ ബഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെ 3 കർത്തവ്യാസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയയിലാണ് അവർ കുറേ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് അല്ല, വാട്ട് ദ ബഡ്ജറ്റ് സൈസ്, അതിനെ ഈ പറഞ്ഞ 3 കർത്തവ്യാസ് ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, പ്രൊജക്ട്സ് കാര്യം അത്ര എക്സൈറ്റിംഗ് ബഡ്ജറ്റ് അല്ല, ദർ ഇസ് നത്തിങ് ഇൻ ഇറ്റ്. പഴയ സാധനം തന്നെ, ഓൾഡ് ദിസ് ന്യൂ ബോക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളൂ. സ്കെയിലിംഗ് എന്തോ പറഞ്ഞ സ്കെയിലിംഗ് മാനുഫാക്ചറിങ് ഇൻ സ്ട്രാറ്റജിക് ഫ്രോണ്ടിയർ സെക്ടേഴ്സ്, റിജുനേറ്റിംഗ് ലെഗസി ഇൻഡസ്ട്രിയൽസ്. എന്താണ് ലെഗസി ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്? വി വിൽ സി. അതായത് പഴയ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പം ഏതാ ഹാൻഡ്ലൂം എല്ലാം ഉണ്ട്, ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ്. അത് നമുക്കറിയാം. ഇപ്പം നമ്മളിപ്പോൾ തിരുപ്പൂർ ചെന്ന് അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താ? ടെക്സ്റ്റൈൽ ക്ലസ്റ്ററുകളാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടേക്ക് ഇപ്പോഴും പഴയകാല ടെക്നോളജികളും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ലെഗസി. ഇപ്പം നമ്മൾ കാൺപൂർ അല്ലെ UP ഭാഗത്തോട്ടൊക്കെ ചെന്ന ലെതർ ടാനറീസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ഏരിയ ഫുള്ള് ലെതർ ടാനറി ആയിരിക്കും. ശിവകാശി പോയി അവിടെ തന്നെ ഉള്ളത് പടക്ക കമ്പനികളാണ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഈ ടെക്നോളജികൾ എത്തുന്നില്ല. ദേ ആർ സ്റ്റിൽ ഡൂയിങ് വാട്ട് ദെയർ ഫോർഫാദേഴ്സ് ഡിഡ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലെഗസി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. പിന്നെ MSME സെക്ടേഴ്സിനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, വി വിൽ സി. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് സ്കെയിൽ അപ്പ് മാനുഫാക്ചറിങ്, ബയോഫാർമ ശക്തി. ഇതിനകത്താണ് നമ്മൾ ആദ്യം കണ്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, റെഡ്യൂസിങ് ക്രിട്ടിക്കൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്. അതിനകത്ത് ബയോഫാർമ ഈസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ബയോഫാർമയിൽ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്. ഇപ്പം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, അതുപോലത്തെ ക്രിട്ടിക്കൽ ഇൽനെസ് വരുന്ന ട്രീറ്റ്മെൻറ്റ്സ്, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ പുറത്തുനിന്ന് എഞ്ചിനീയർ ചെയ്തെടുക്കുന്ന ആൻറ്റിബോഡീസ് ആണ്, അത് നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് സയൻസ് ആൻഡ് ടെക്നോളജി ടോപ്പിക്. അപ്പോൾ അതുപോലെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ഹെൽത്ത് ടെക്നിക്സ് ദാറ്റ് വി ആർ ട്രൈങ് ടു ബിൽഡ് ഹിയർ. ഓക്കെ, അതാണ് ബയോഫാർമ ശക്തിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ട്സ് കുറച്ച് വി ആർ ട്രൈങ് ടു ബിൽഡ് ഇറ്റ് ഹിയർ ഇറ്റ്സെൽഫ്. ഹെൽത്ത് കെയർ ട്രാൻസിഷൻ recognition, the budget acknowledges the shift in India's disease burden towards non-communicable diseases. അതായത് ഈ പണ്ട് നമ്മൾ കണ്ടിരുന്ന എന്താ, അപ്പം മലേറിയ അങ്ങനത്തെ വാട്ട് ഈസ് എ കമ്മ്യൂണിക്കബിൾ ആണ്, ബട്ട് സ്റ്റിൽ ദർ കോസ് വാസ് ഡിഫറെൻറ്റ്. ലൈഫ് സ്റ്റൈൽ കോസസ് അല്ല, നാച്ചുറൽ കോസസ് ആയിരുന്നു. ഒരുപാട് ഇപ്പോൾ ഇന്ത്യക്ക് മലേറിയ വലിയൊരു പ്രശ്നമായിരുന്നു, സ്മോൾ പോക്സ് വലിയ ഇഷ്യൂ ആയിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ആസ് കൺട്രി മൂവ്സ് ഫോർവേഡ്, നൗ വി ആർ ഫേസിങ് വിത്ത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഹാർട്ട് ഇഷ്യൂസ്, കൊളസ്ട്രോൾ, ഡയബറ്റീസ്. ഇതെല്ലാം വരുന്ന പുതിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ സർവേ മനസ്സിലാക്കുന്നുണ്ട്. ക്യാൻസർ പോലത്തെ ഇഷ്യൂസ്. സോ സ്ട്രാറ്റജിക് ഫോക്കസ് ഓൺ ബയോളജിക്സ് ആൻഡ് ബയോസിമിലേഴ്സ് ഐഡൻറ്റിഫൈഡ് ആസ് ഫ്യൂച്ചർ മെഡിസിൻസ് ഫോർ ക്രോണിക് കെയർ, ലോഞ്ചിവിറ്റി ആൻഡ് അഫോർഡബിലിറ്റി. So what we need to focus here is what is biologics and biosimilars. ഇതുപോലത്തെ ടേംസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ പ്രിലിംസിലൊക്കെ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്, ചിലപ്പോൾ ചോദിച്ച് കാണും, പ്രത്യേകിച്ച് ബയോടെക്നോളജിയിലൊക്കെ. സോ എന്താണ് ബയോളജിക്സ് ആൻഡ് ബയോസിമിലേഴ്സ്? കേട്ടിട്ടുണ്ടോ? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിച്ചിട്ടുണ്ടോ? ബയോളജിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ലിവിങ് ബോഡീസ്, ഇപ്പോൾ വേറെ ഇപ്പോൾ പുതിയ ലിവിങ് സെൽസ്, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു മോണോക്ലോണൽ ആൻറ്റിബോഡി എൻ്റെ ഒന്നാന്തരം എക്സാമ്പിളാണ്. അതായത് ആൻറ്റിജൻസ് നമ്മുടെ ബോഡിക്കകത്തേക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വേറെ ലിവിങ് തിങ്സിൽ നിന്നും ലാബിൽ നിന്ന് എഞ്ചിനീയർ ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ബയോളജിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ക്രിസ്പർ, നമ്മുടെ ജീൻ എഡിറ്റിംഗ് ടെക്നീക്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എഞ്ചിനീയർഡ് ആയിട്ടുള്ള നമ്മുടെ പുതിയൊരു പുതിയ ജീൻ സ്ട്രാൻഡ്സ്, അതിനെ നമ്മൾ പുറത്തുനിന്ന് എഞ്ചിനീയർ ചെയ്തിട്ട് നമ്മുടെ
സോ അപ്പോൾ അതുപോലെ നമ്മൾ ഇപ്പോൾ ക്രിസ്പർ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ പുറത്ത് ലാബിൽ എഞ്ചിനീയർ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെ ആഗ്മെൻറ്റ് ചെയ്യുന്നു, ഡിസീസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെയുള്ള സാധനങ്ങളാണ് നമ്മൾ ബയോളജിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോസിമിലേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം തിങ്. അതിൽ ഇപ്പം നമ്മൾ മെഡിസിൻസും ജനറിക് മെഡിസിൻസ് എന്നും പറയത്തില്ലേ? എന്താ ജനറിക് മെഡിസിൻസ്? ഇപ്പം നമ്മൾ കോവിഡിൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡാണ് ഡോളോ. പനി വരുമ്പോൾ കഴിക്കും. ദാറ്റ്സ് എ ബ്രാൻഡഡ് മെഡിസിൻ. അതിൻ്റെ ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് ദ സെയിം കെമിക്കൽ തിങ്, ഫോർമുല ഫോർ ദാറ്റ്. പാരസെറ്റമോൾ എന്ന് പറഞ്ഞ ഒരു ബേസിക് ഇൻഗ്രീഡിയൻ്റ് ആണ്, അതെല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അതുള്ള ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങൾ സെയിം ക്വാളിറ്റി ആയിരിക്കും, ബട്ട് പ്രൈസ് വിൽ ബി ക്രിട്ടിക്കലി വെരി ലോ. സോ അതാണ് ബയോസിമിലർ. ഇറ്റ് വിൽ ബി സിമിലർ ടു ദ കെമിസ്ട്രി ഓഫ് ബയോളജിക്സ്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ഹാവ് ദി അത്രയും പ്രൈസ് ഒന്നും ഉണ്ടാവില്ല അതിന്. ഓക്കെ, സെയിം അതിൻ്റെ ഹെൽത്ത് ഫങ്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ബയോളജിക്സ് എന്താണെന്ന് മനസ്സിലാവും. ബയോളജിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പുറത്തെ ലിവിങ് തിങ്സിൽ നിന്ന് എഞ്ചിനീയർ ചെയ്തുകൊണ്ട് വരുന്ന ബോഡീസ്, ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്, അതാണ് തന്നെ ബയോളജിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബയോസിമിലേഴ്സ് പറഞ്ഞാൽ സിമിലർ ടു ബയോളജിക്സ്, ബട്ട് ദ കോസ്റ്റ് വിൽ ബി ഡ്രമാറ്റിക്കലി ലോ. സോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ചെയ്യണം. അതൊക്കെ US-ലൊക്കെയാണ് ഇപ്പോൾ അതിനകത്ത് കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, സോ മാനുഫാക്ചറിംഗ് ലെഡ് ഹെൽത്ത് സ്ട്രാറ്റജി to become a global pharma hub ambition, aim to position as a global manufacturing hub of biologics and biosimilars. So നമ്മളിപ്പം ഓൾറെഡി ബൈ വോളിയം ഇന്ത്യ is a very large producer of pharma. Okay, not by value, by volume India is. And also India is critically dependent upon countries like China for active pharmaceutical ingredients. അതായത് ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വർക്ക് ചെയ്യുന്ന കമ്പൗണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനം അല്ലേ. രണ്ട് ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റും ഉണ്ട്, പിന്നെ ബൾക്ക് ഡ്രഗും ഉണ്ട് അല്ലേ. നമ്മളൊരു മെഡിസിൻ ഒരു ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് പാർട്സ് ആണുള്ളത്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ്, ദാറ്റ് ഇസ് വാട്ട് ക്യൂറിങ് അവർ ഡിസീസ്. ദ ബൾക്ക് ഡ്രഗ് ഇസ് വാട്ട് ദാറ്റ് ടേക്സ് ദി ഇൻഗ്രീഡിയൻറ്റ് ടു അവർ ബോഡി. അതായത് ഒരു മെഡിസിൻ എടുത്ത് ഒരു ടാബ്ലറ്റ് എടുത്ത് ആ ടാബ്ലറ്റ് ഫുൾ ഇതാണോ? അല്ല, അതിനകത്ത് കുറച്ച് കമ്പോണൻറ്റ് ഇത് ഉണ്ടാവുള്ളൂ. ദാറ്റ് വി ആർ ഇമ്പോർട്ടിങ്. ദി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് വി ആർ ഇമ്പോർട്ടിങ്. We need to cut that imports, we need to make that here itself. Okay, അതൊക്കെയാണ് ബയോഫാർമ ശക്തിയിലെ കഥകൾ. ക്ലിയർ ആണെന്നല്ലോ അല്ലേ? ഇത് മനസ്സിലായോ ഈ ടോപ്പിക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്കെയിലിംഗ് ആൻഡ് മാനുഫാക്ചറിങ് പറഞ്ഞാണ്. റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് ആൻഡ് റെയർ എർത്ത് കോറിഡോർസ്. ഓക്കെ, അതൊന്നുമില്ല. ബഡ്ജറ്റിനകത്ത് കേരളത്തിന് മെൻഷൻ കിട്ടുന്ന രണ്ടാമത്തെ സാധനം ഇതാണ് കേട്ടോ. ആപ്പാടെ ഒരു മെൻഷൻ കിട്ടി, അത് കടലാമയ്ക്ക് പോയി. രണ്ടാമത്തേത് creation of rare earth corridors in mineral rich states to leverage geographic advantage. Example ഒഡീഷ, കേരള, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതായത് റെയർ എർത്ത് എലമെൻസിനെ കണ്ടെത്തുക, അത് എക്സ്ട്രാക്ട് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക, അത് പ്രോസസ്സിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കുക, ഒന്നുമില്ല. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ബഡ്ജറ്റ് ഈ റെയർ എർത്ത് പെർമനൻറ്റ് മാഗ്നറ്റ് സ്കീം എന്നൊരു സ്കീമുണ്ട് 2025 വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ റെയർ എർത്ത് മെറ്റീരിയൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ ഒന്നുമില്ല. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് റെയർ എർത്ത് മെറ്റീരിയൽസിനെ കൂടുതലായിട്ട് കണ്ടത് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ പോലെ തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസും റെയർ എർത്ത് മിനറൽസും രണ്ടാണ്. ഇറ്റ് വിൽ ഓവർലാപ്പ് സംവെയർ, ബട്ട് ദ സെയിം ഹാപ്പൻസ് ടു റെയർ എർത്ത് എലമെൻറ്റ്സ് ഓൾസോ. സ്ട്രെങ്തനിങ് ഈ സർവേ പോലെയല്ല, ബഡ്ജറ്റ് കുറച്ചും കൂടെ ഫാക്ച്വലാണ്. ബഡ്ജറ്റിനകത്ത് മുഴുവൻ ഡേറ്റയാണ്. നമുക്ക് സർവേ പോലെ കുറച്ച് അനലിറ്റിക്കലായിട്ടോ ലോജിക്കലായിട്ടോ കാണാനൊന്നുമില്ല. ഫുൾ സ്റ്റാറ്റിക് സാധനങ്ങളായിരിക്കും. സോ പ്രൊഡക്ടിവിറ്റി ലെഡ് ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി. ക്യാപിറ്റൽ ഗുഡ്സ് ഐഡന്റിഫൈഡ് ആസ് കോർ ഡ്രൈവർ ഓഫ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി അക്രോസ് സെക്ടേഴ്സ്. സോ നമ്മൾ എക്കണോമിക് സർവേയിൽ നമ്മൾ കണ്ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്ന് നമ്മൾ സർവേയിൽ കണ്ടു. അപ്പോൾ അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ് നമുക്കറിയാം, ഞാൻ സർവേയിൽ എടുത്തു പറഞ്ഞിരുന്നു, ക്യാപിറ്റൽ ഗുഡ്സിൽ ടെക്നോളജി റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറാണ് പതിവ്. ഓക്കെ, ടെക്നോളജി അധികം കുറഞ്ഞ സാധനങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ടെക്നോളജി കൂടിയ സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഹൈടെക് ടൂൾ റൂംസ് അതുപോലെയുള്ള ടെക്നോളജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സിനെ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുക ടു എനേബിൾ ലോക്കൽ ഡിസൈൻ, ടെസ്റ്റിംഗ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ ഓഫ് പ്രിസിഷൻ കമ്പോണൻസ്. ഇതൊക്കെ നമ്മുടെ എക്സ്പോർട്ട് കോംപ്ലക്സിറ്റി ഇൻഡെക്സ് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ
അതായത് എക്സ്പോർട്ട് ബാസ്ക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള പരിപാടികൾ. ഇപ്പോൾ പ്രസിഡന്റ് കമ്പോണൻസ് ഒക്കെ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും. ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അതൊക്കെ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പരിപാടി. ടെക്നോളജി അപ്ഗ്രഡേഷൻ ഇൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, ഹൈ വാല്യൂ ടെക്നോളജി അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്. പിന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഹെവി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല, ഇമ്പോർട്ട് ചെയ്ത സാധനം നമ്മൾ ഇവിടുത്തെ പ്രൊഡക്ട്സ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് മെഷീനറി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട്സ് കുറച്ച് കൊണ്ടുവരിക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നത്തിങ് ന്യൂ. റിജുവിനേഷൻ ഓഫ് ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദ സ്കീം അതൊരു ഗവൺമെൻറ് സ്കീമാണ്. ദ സ്കീം എയിംസ് ടു റിവൈവ് 200 ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ്. ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് ടു ഇംപ്രൂവ് ദെയർ കോസ്റ്റ്, കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. അതായത് ഈ ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സിന് അത് ഒരു മെയിൻസ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള സാധനമാണ് കേട്ടോ, ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ്. അതിൻ്റെ ഇപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ഇന്ത്യ ഈസ് എ ഹൈലി പോപ്പുലസ് കൺട്രി. സോ എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ഹൈലി ലേബർ ഇൻറ്റൻസീവ്. ഞാൻ നേരത്തെ പറഞ്ഞു അധികം ടെക്നോളജി മെഷീനറി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ തീപ്പെട്ടി കമ്പനി ഹൈലി ലേബർ ഇൻറ്റൻസീവ്. തീപ്പെട്ടി വേണേൽ മെഷീൻ വെച്ച് ഉണ്ടാക്കാം, ബട്ട് വി ആർ സ്റ്റിൽ നോട്ട് ഡൂയിങ് ഇറ്റ്. സോ ലെഗസി അതാണ്. അപ്പം എന്താണ് ലെഗസി ഇൻഡസ്ട്രീസ് എന്ന് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്ന ഒരു ലെതർ ടാനറിയാണ്. അപ്പോൾ ഇതുപോലെ ഈ ക്ലസ്റ്റേഴ്സ് എല്ലാം ഈ ഇൻഡസ്ട്രീസ് എല്ലാം ഒന്നിച്ചായിരിക്കും ഇരിക്കുക. കാരണം അവിടെ ആയിരിക്കും അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ഒക്കെ ഒന്നിച്ചായിരിക്കും കിട്ടുക, അതറിയാവുന്ന ലേബർ ഒന്നിച്ചായിരിക്കും കിട്ടുക. സോ ദേ വിൽ ബി വർക്കിംഗ് ഇൻ ക്ലസ്റ്റേഴ്സ്. സോ വി നീഡ് ടു ഇംപ്രൂവ് ദെയർ. അപ്പോൾ അത് നമ്മുടെ ബഡ്ജറ്റ് പറയുന്നത് ഇത്തരം ക്ലസ്റ്റേഴ്സ് ദേ ഹാവ് ഹൈ പൊട്ടൻഷ്യൽ ടു ഇൻക്രീസ് ഇന്ത്യ GDP. അവർക്ക് കുറച്ചൊരു ബൂസ്റ്റ് കൊടുത്താൽ, കുറച്ചൊരു ടെക്നോളജിക്കൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് കൂടും. ലോജിക്കലാണ്, ശരിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്യാത്തൊരു മേഖലയായിരുന്നു ഈ പറഞ്ഞ ലെഗസി ഇൻഡസ്ട്രി ക്ലസ്റ്റേഴ്സ്. സോ ദ ബഡ്ജറ്റ് വോണ്ട്സ് ടു ഗിവ് ദം എ സ്മോൾ ബൂസ്റ്റ്. സോ അവർ ഫേസ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞു ഇതൊരു മെയിൻസ് കണ്ടന്റ് ആണ്, മെയിൻസ് വാല്യൂ ആഡഡ് കണ്ടന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, വീക്ക് ലോജിസ്റ്റിക്സ്, പുവർ കണക്ടിവിറ്റി ആൻഡ് ഹൈ കോസ്റ്റ്. Modernization led revival approach. Revival strategy focuses on infrastructure upgradation and technology. So we know അവരെയൊക്കെ മോഡർണൈസ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കറിയാം. ഇത് പരിഹരിച്ചാൽ മതി. ഓക്കെ, ടെക്നോളജി കൊടുക്കുക, മെഷീനറീസ് കൊടുക്കുക. സോ അതാണ് ലെഗസി ക്ലസ്റ്റേഴ്സിൻ്റെ കഥ. ക്ലിയർ ആണോ? സോ അടുത്ത് വരുന്നത് MSMEസിൻ്റെ ഫണ്ടിനെ പറ്റിയുള്ളൊരു കാര്യമാണ്. മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇവർക്ക് എന്തോ ചാമ്പ്യൻ MSMEs. അപ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ട്രെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമിനെ പറ്റിയാണ്. ഓക്കെ, ട്രെഡ്സ് ഈ MSMEയിലെ ഫിനാൻസസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ RBI റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ട്രെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രെഡ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ MSME ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിങ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കും, വലിയ കമ്പനികൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അവർ നമുക്ക് സമയത്ത് പൈസ തരത്തില്ല. അവർ സാധനം കൊണ്ടുപോകും, നമ്മൾ ബില്ല് കൊടുക്കും, അവർ ബില്ല് പൈസ തരാമെന്ന് പറയും, ബട്ട് ദേ വിൽ നോട്ട് ഗിവ് ഇറ്റ്. അപ്പോൾ അത് നമ്മുടെ ഒരുപാട് MSME ഇൻഡസ്ട്രീസ് ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമ്മൾ ട്രെഡ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നു. ആ പ്ലാറ്റ്ഫോം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു കമ്പനിയാണ്. ഓക്കെ, ഐ ബോട്ട് സം ഗുഡ്സ് ഫ്രം MSME. ഏതോ ഒരു MSME സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് വേണ്ട കുറച്ച് ഗുഡ്സ് മേടിച്ചു. ആൻഡ് ദേ ഗേവ് മി എ ബിൽ ആൻഡ് ഐ ആം സപ്പോസ് ടു പേ ദം. ഐ ആം നോട്ട് പേയിങ് ദം. അപ്പോൾ ആ MSME-കാരന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, പുള്ളി ഈ ട്രെഡ്സ് പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ആ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ ട്രെഡ്സ് പ്ലാറ്റ്ഫോമിൽ കുറച്ച് ഫിനാൻഷ്യൽ കമ്പനികളുണ്ടാകും, ബാങ്കുകൾ, NBFCകൾ പോലെയുള്ള ഫിനാൻഷ്യൽ കമ്പനികൾ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ കമ്പനി എന്ത് ചെയ്യും? ഈ ഇൻവോയ്സ് എടുത്ത് നോക്കും. ഞാൻ കൊടുക്കാനുള്ള കാശിൻ്റെ ഇൻവോയ്സ് എടുത്ത് അവർ നോക്കും. എന്നിട്ട് അവർ പറയും ഞാൻ കാശ് MSMEക്ക് കൊടുക്കാം. അവരെന്നോട് പറയും ദേ വിൽ പേ ദം അറ്റ് എ ഡിസ്കൗണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഒരു ഡിസ്കൗണ്ട് ചെയ്തിട്ട്, ഇപ്പം 100 രൂപയാണെങ്കിൽ ദേ വിൽ പേ ദം 90 rupees. I have to pay them 100 rupees. മനസ്സിലായോ?
മനസ്സിലായില്ല? സിമ്പിൾ അല്ലേ? അതായത് ഐ ആം എ കമ്പനി, ഐ ബോട്ട് സം ഗുഡ്സ് ഫ്രം ആൻ MSME guy. ഐ ഡിഡ്ന്റ് പേ ദം മണി, ഐ ഡോണ്ട് ഹാവ് ദ മണി ടു പേ. എനിക്കിപ്പോൾ പൈസ ഇല്ല. അവരെന്ത് ചെയ്തു? അവർ ഈ ട്രെഡ്സ് പ്ലാറ്റ്ഫോം എന്ന പ്ലാറ്റ്ഫോമിൽ കയറി അവർ ഈ ബില്ല് അപ്ലോഡ് ചെയ്യും. ഞാൻ അവർക്ക് കൊടുക്കാനുള്ള കാശിൻ്റെ ബില്ല് അവിടെ അപ്ലോഡ് ചെയ്യും. അത് കാണുന്നത് ബാങ്കുകൾ അത് കാണുമെന്ന് വിചാരിക്കുക. ബാങ്കുകൾക്ക് അത് കാണിക്കാൻ പറ്റും. ബാങ്ക് എന്ത് ചെയ്യും? ഈ ബില്ല് എടുത്തിട്ട് ബാങ്ക് പറയും അത് അവർ ഫിനാൻസ് ചെയ്യാം. മറ്റേ കിലുക്കത്തിനകത്ത് ജഗതി ലോട്ടറി ഞാൻ ക്യാഷ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ബാങ്ക് ആ ബില്ലെടുത്ത് അവർക്ക് കാശ് കൊടുക്കും. പിന്നെ ഞാൻ ബാങ്കുമായിട്ടാണ് ഇടപാട്. കുറച്ചുകൂടെ ഫോർമൽ ഇടപാടാണ്. ഞാൻ ബാങ്കിന് പിന്നെ പൈസ കൊടുത്തു, MSME-കാരന് ഞാൻ കൊടുക്കണ്ട, ഞാൻ ബാങ്കിന് ആ കാശ് കൊടുത്താൽ മതി. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? MSME-കാരന് അവന് കിട്ടാനുള്ള ഫുൾ കാശ് കൊടുക്കും. പക്ഷെ ബാങ്ക് എൻ്റെ അടുത്ത് ഒരു പ്രീമിയം കൂടെ മേടിക്കും. 100 രൂപയായിരുന്നു അവന് കിട്ടാനുള്ളതെങ്കിൽ ബാങ്ക് അവന് 100 രൂപ കൊടുക്കും. ആൻഡ് ബാങ്ക് വിൽ കളക്ട് 110 rupees ഫ്രം മീ. ബാങ്കിൻ്റെ ഒരു പ്രോഫിറ്റ്. അത്രേ ഉള്ളൂ ഐഡിയ. അപ്പം അങ്ങനെ വരുമ്പം ബാങ്ക് കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് റിക്കവർ ചെയ്തെടുക്കാനുള്ള പരിപാടിയൊക്കെ അവരുടെ കയ്യിലുണ്ട്. ദേ നോ ഹൗ ടു റിക്കവർ ഫണ്ട് ഫ്രം അസ്. MSME-കാരൻ അതിൻ്റെ ഒന്നും പുറകെ ഓടാനുള്ള ടൈമില്ല. ബാങ്കിൻ്റെ മെയിൻ ജോലി ഇത് തന്നെയാണല്ലോ. സോ ദേ നോ ഹൗ ടു ഡു ഇറ്റ്. സോ അതാണ് MSME അപ്ലോഡ്സ് ദ ബിൽ എക്സ്ചേഞ്ച് ടു ദ പ്ലാറ്റ്ഫോം. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ബാങ്കിനോട് പൈസ കൊടുത്തോളാൻ പറയുന്നു. അതാണ് ട്രെഡ്സ് പ്ലാറ്റ്ഫോം. RBI റെഗുലേറ്റഡ് ആണ്. ക്ലിയർ ആണോ ട്രെഡ്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഐഡിയ? അത് പ്രിലിംസിനൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ഫിനാൻസിയേഴ്സ് വിൽ വ്യൂ ദി ഇൻവോയ്സ് ആൻഡ് പ്ലേസ് ബിഡ്സ്. MSME തന്നെ കൊടുക്കും. ഏതാ? ആര്? ഞാൻ? അല്ലല്ല, അവർ പിന്നെ ബാങ്കുമായിട്ട് ഇടപാട്. MSME-ക്ക് വേണ്ട പൈസ ബാങ്കിൽ കൊടുത്തു. പിന്നെ പൈസ കൊടുക്കാനുള്ളവരും ബാങ്കും തമ്മിലായി. അതാണ്. അതൊരു ബിഡിങ് പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് അതിൻ്റെ കോർ ഐഡിയ. ബിഡിങ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പം 2 ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും വന്നു, ICICI ബാങ്കും വന്നു. അവർക്ക് ബിഡ് ചെയ്യാം. ആര് MSME-ക്ക് കൂടുതൽ കാശ് കൊടുക്കുന്നോ, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ പ്രീമിയം കുറവ്. MSME-ക്ക് ഇപ്പം 100 രൂപ തന്നെ കിട്ടിയാൽ മതി, അവർക്ക് പിന്നെ കൂടുതൽ കിട്ടണമെന്നില്ല. പിന്നെ അവർ ബിഡ് ചെയ്യുന്നത് ഞാനുമായിട്ടാണ്. അപ്പം 100 രൂപ അവന് കൊടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിട്ട് പറഞ്ഞു നിങ്ങളെനിക്ക് 105 രൂപ തന്നാൽ മതി, 5 രൂപയാണ് പ്രോഫിറ്റ്. ICICI-കാരൻ നേരത്തെ പറഞ്ഞായിരുന്നു അവന് 110 രൂപ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ആരുമായിട്ട് ഞാൻ സെറ്റ് ചെയ്യും? സ്റ്റേറ്റ് ബാങ്കുമായിട്ട് ഞാൻ സെറ്റ് ചെയ്യും. അതാണ് ഐഡിയ. MSME-ക്ക് എവിടെ നഷ്ടം വരുന്നത്? ഇല്ലില്ല, MSME-ക്ക് കിട്ടാനുള്ള ഫുള്ള് കിട്ടുമല്ലോ. അതാ ഞാൻ 100 rupees-ൻ്റെ കഥ പറഞ്ഞതാ. MSME ഈസ് ഗെറ്റിംഗ് വാട്ട് ദേ പെയ്ഡ്. അവർക്ക് നഷ്ടം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നഷ്ടം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ സമയത്ത് MSME-കാരന് കാശ് കൊടുത്തിരുന്ന ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഐ ഡിഡ്ന്റ് പേ ഹിം ഓൺ ടൈം. സോ നൗ ഐ ഹാവ് ടു പേ ദ ബാങ്ക്. ബാങ്ക് ഗേവ് ഹിം. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പോലെയായി. ഹി പെയ്ഡ് മൈ ഡ്യൂസ്. സോ ഐ ഹാവ് ടു പേ ദ ബാങ്ക് നൗ. മനസ്സിലായില്ലേ? ഏതാ? ആ ഓ ഓ നേരത്തെ നോർമലി നമ്മുടെ കാർബൺ ഓപ്ഷൻ നടക്കുമ്പോൾ 50 lakhs കിട്ടാനുണ്ടെങ്കിൽ എന്റെ ബയർ ഇത് മുംബൈയിലായിരിക്കും. അപ്പൊ ബയർ എനിക്ക് മേബി ഒരു 20 to 30 days എനിക്ക് പൈസ തരും. ബിസിനസ് എനിക്ക് റോൾ ചെയ്യണം. അതെ. അപ്പം ഈ MSMEs അപ്പം ഈ ഫിനാൻസിയേഴ്സ് അവർ എന്റെ ഇടയിൽ വന്നിട്ട് മനസ്സിലായി. എനിക്ക് ആ ഒരു ഇൻവെസ്റ്റ് പേയ്മെന്റ് ആക്കും. അപ്പോൾ അത് കുറച്ചുകൂടി ഇൻഫോർമൽ ഇതല്ലേ? ഇത് കുറച്ചുകൂടി RBI റെഗുലേറ്റഡ് പ്ലാറ്റ്ഫോമാണ്. ബിസിനസ് ഇല്ലില്ല, അവർക്ക് കിട്ടാനുള്ളത് ഫുള്ള് കിട്ടും. അതെ അതെ അതെ. ഏതാ ഡിസ്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ബാങ്കുമായിട്ടുള്ള ഏർപ്പാട്. അതായത് ബാങ്ക് MSME-ക്ക് പൈസ കൊടുക്കും. ഐ ഹാവ് ടു ഗിവ് ദ ബാങ്ക്, ബട്ട് ഐ ഹാവ് ടു ഗിവ് ദ ഇൻട്രസ്റ്റ് ടു ദ ബാങ്ക് ഓൾസോ. ആ ബില്ല് ഡിസ്കൗണ്ട് നമ്മൾ ആ ഡിസ്കൗണ്ടിനെ നമ്മൾ കടയിൽ കിട്ടുന്ന ഡിസ്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യരുത്. അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്. ഡിസ്കൗണ്ടിൻ്റെ കൊടുക്കണം. കൊടുക്കും.
MSMEക്ക് ഫുള്ള് കിട്ടണം. യാ അല്ലല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബില്ല് കൊടുത്ത് അതിനെ ക്യാഷ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നതാണ് ഡിസ്കൗണ്ടിങ്. യാ ഡിസ്കൗണ്ട് നമ്മൾ ഇപ്പം എക്കണോമിക്സിൽ ഇപ്പോൾ ചില ടേംസ് ഉണ്ട്. ഇപ്പം റെസിപ്റ്റ്സ് നമ്മൾ ബാങ്കിൽ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റ് അല്ല എക്കണോമിക്സിൻ്റെ റെസിപ്റ്റ്. അതുപോലെ കോമൺ മാർക്ക് നമുക്കറിയാവുന്ന പോലെയുള്ള ടേംസ് അല്ല ഇവിടെ വരാം. സോ ഇവിടെ ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ MSME എനിക്ക് തന്ന ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് ബാങ്കാണ്. എന്ന് വെച്ചാൽ അവിടെ പൈസ കുറവോ പൈസ കൂടുതലോ ഒന്നുമില്ല. ബാങ്ക് വിൽ ടേക്ക് ദെയർ ഇൻവോയ്സ് ആൻഡ് ഗിവ് ദം ദ മണി. അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. കീപ് ദാറ്റ് ഇൻ മൈൻഡ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പൈസ കുറച്ച് കൊടുക്കുന്ന 100 രൂപ ഉണ്ടെങ്കിൽ 5 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് അതൊന്നുമില്ല. അതവർക്ക് നഷ്ടം വരില്ലേ? ഈ എക്കണോമിക്സിലെ ചില ടേംസ് അങ്ങനെയാണ്, നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന പോലെ അല്ല. അതിനകത്ത് അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് നമുക്ക് ചിലപ്പം ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റും അത് മറ്റേ പോയിന്റ് ഓഫ് സെയിലുമായിട്ട് ബന്ധപ്പെട്ട സാധനമല്ലേ? ഇല്ല എനിക്ക് തോന്നുന്നു അതിപ്പോൾ നമ്മുടെ അടുത്തും ചാർജ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓ ശരി. അല്ല, ഈ പെർസ്പെക്റ്റീവ് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ബാങ്ക് ചെക്ക് ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറയും. അത് ബാങ്ക് ആ ചെക്ക് ക്യാഷ് ചെയ്ത് തരും. അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അതിനകത്ത് വേറെ പൈസയ്ക്ക് മാറ്റമൊന്നുമില്ല. ദേ ഹാവ് ടു പേ. ഇപ്പം MSME ബില്ല് ട്രെഡ്സ് പ്ലാറ്റ്ഫോമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ MSMEക്ക് എത്രയാണോ കിട്ടാനുള്ളത് അത്രയും ബാങ്ക് അവർക്ക് കൊടുക്കും. ദാറ്റ് ഇസ് നോട്ട് ആസ് ഡിസ്കൗണ്ടിങ് ഹിയർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് ടു പേ ദ ബാങ്ക്. അതവിടെ കൂടുതൽ കാശാണ് കൊടുക്കേണ്ടത്. ബാങ്ക് MSMEക്ക് 100 റുപ്പീസ് കൊടുത്താൽ ഐ ഹാവ് ടു പേ ദ ബാങ്ക് 110 റുപ്പീസ്. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പോലെ തന്നെയാണ്. ബാങ്ക് ഐ ഓ മണി ടു ദ ബാങ്ക്. അത്രേ ഉള്ളൂ ഇവിടുത്തെ കൺസെപ്റ്റ്. അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ ആ ട്രഡീഷണൽ ഡിസ്കൗണ്ട് ഐഡിയ അല്ല വരണ്ടേ. നമുക്കറിയാവുന്ന ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സാധനം മേടിക്കേണ്ട സ്ഥാനത്ത് അത് ഇപ്പം 1000 രൂപയുടെ ബോണ്ട് ആണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നത് 900 രൂപയ്ക്ക് ആയിരിക്കും. അത് മച്ചൂർ ആകുമ്പോൾ ഞാൻ 1000 രൂപ കൊടുക്കണം. ദിസ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. This has nothing to do with that. ഇല്ല, ഇത് ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്. ജസ്റ്റ് ഡിസ്കൗണ്ടിങ് ദെയർ ബിൽ, അത്രേ ഉള്ളൂ. പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? ട്രെഡ്സിന്റെ പ്ലാറ്റ്ഫോമിന്റെ ഐഡിയ മനസ്സിലായില്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇസ് റിഗാർഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാരണ്ടി ഫണ്ട്. ഒന്നുമില്ല, അതായത് ഇപ്പം പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വരുമ്പോൾ they will invest money and the government is to pay them money later. സോ അപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ അതിന് പൈസ കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ന് വരുന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും? ഒരു ഇൻഫ്രാസ്ട്രക്ചർ റിസ്ക് ഗ്യാരണ്ടി ഫണ്ട്, ഒരു ഫണ്ട് ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ ചില ഇൻഫ്രാസ്ട്രക്ചർ റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ ആ റിസ്ക് കൂടുതലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടി ഫണ്ട് ഉണ്ടാക്കുന്നു. So I will show this fund to investors. See, such and such is the project. ആ പ്രൊജക്റ്റിന് വേണ്ടി എൻ്റെ ഇത്രയും പൈസ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫണ്ട് ഉണ്ട്. സോ യു ക്യാൻ ഇൻവെസ്റ്റ് ദെയർ വിത്ത് കോൺഫിഡൻസ്. അപ്പം അങ്ങനെ റിസ്കിയർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് they have bought this fund. The finance minister has proposed to set up an infrastructure risk guarantee fund to provide prudently calibrated partial credit guarantee to lenders. കഥയാണ്. That is the concept. അടുത്തത് ഗ്രീൻ കാർഗോ ട്രാൻസ്പോർട്ട് ആൻഡ് മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ്. ഒന്നുമില്ല, ഇതിനകത്ത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഈസ്റ്റ് വെസ്റ്റ് ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർസ്. നിങ്ങൾ നേരത്തെ ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ടോ? 2 ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർസ് നമുക്കുള്ളത്. ഒന്ന് കൊൽക്കട്ടയിൽ നിന്ന് മീററ്റിലേക്കും
തിരിച്ച് മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്കും 2 എണ്ണമാണ് ഉള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് യു ക്യാൻ സി ഇറ്റ് ഇസ് ഫ്രം ഡാൻകുണി ഇൻ വെസ്റ്റ് ബംഗാൾ. അവിടെ നിന്ന് ഗുജറാത്തിലെ സൂററ്റിലേക്കുള്ള പുതിയൊരു ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ. എനിക്കൊന്ന് മറ്റേ ഫ്ലൈറ്റ് കോറിഡോഴ്സിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന് മുമ്പ്. സംതിങ് ഐ ക്യാൻ റിമെമ്പർ. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടിയിരുന്നത് ഇതിൻ്റെ റൂട്ട് ഏതൊക്കെയാണ്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു. ഹൈവേ പറ്റിയായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. ഐ തിങ്ക് സോ, എവിടെയോ കണ്ട പോലെ ഓർമ്മ. എനിവേ ലെറ്റ്സ് സീ. അപ്പോൾ അതായത് നമുക്ക് പുതിയൊരു ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ വന്നിട്ടുണ്ട്. പിന്നെ ഇൻലാൻഡ് വാട്ടർ വേസ് സ്കെയിലപ്പ് 20 ന്യൂ ഇൻലാൻഡ് വാട്ടർ വേസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത് സീ പ്ലെയിൻ ആൻഡ് റീജിയണൽ കണക്ടിവിറ്റി. അതായത് സീ പ്ലെയിൻ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് സ്കീം. അതായത് സീ പ്ലെയിൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്, ഇപ്പം സീ പ്ലെയിൻ അറിയാമല്ലോ, കടലിൽ അല്ല വെള്ളത്തിൽ ലാൻഡ് ചെയ്യാനും വെള്ളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ അതൊരു എല്ലാവർക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മേഖല അല്ലത്. അതിനകത്തൊക്കെ ഇൻവെസ്റ്റേഴ്സ് വളരെ കുറവാണ്, റിട്ടേൺസും കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സ്കീമാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് സ്കീം. യു നോ വാട്ട് ഇറ്റ് ഇസ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്? അറിയാമോ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്? സീ പ്ലെയിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, അതായത് ഇപ്പോൾ നമുക്കൊരു ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൻ്റെ ഔട്ട്പുട്ട് അത്ര നല്ലതല്ല. ഇപ്പോൾ സീ പ്ലെയിൻ പ്രോജക്റ്റ് തന്നെ, ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഞാൻ സീ പ്ലെയിൻ കൊണ്ട് ഇറക്കിയാൽ അത് എത്ര പേര് അത് യൂസ് ചെയ്യും? വളരെ, പക്ഷേ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. സീ പ്ലെയിൻ മേടിക്കണം, അത് ഓടിക്കാൻ പൈലറ്റ് വേണം, അത് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻസ് വേണം, ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം കണ്ട്. എനിവേ ദാറ്റ് ഈസ് എ വെരി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോസസ്സ്. അപ്പോൾ ആ സീ പ്ലെയിൻ ഞാൻ കൊണ്ടുവരാനായിട്ട് എനിക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കിട്ടും. ബിക്കോസ് ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബട്ട് റിസ്കി പ്രോസസ്സ്. ഓക്കെ, സോ ഇൻവെസ്റ്റേഴ്സ് വരാൻ മടിക്കും. അപ്പോൾ അത്തരം പ്രൊജക്ട്സിലേക്ക് നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊജക്ട്സിലേക്ക് ഫണ്ട്, സബ്സിഡി പോലെ ഫണ്ട് കിട്ടും. ദാറ്റ് ഈസ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. അതായത് വയബിലിറ്റി കുറവാണ്, അവിടെ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ട് സീ പ്ലെയിൻ പ്രൊജക്റ്റിൽ. അത് മനസ്സിലായോ വയബിലിറ്റി ഗ്യാപ്പ് എന്താ അറിയുന്നത്? ഞാൻ കൊടുക്കുന്ന എൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ഒരുപാട് നാളുകൊണ്ട് എനിക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പേര് യൂസ് ചെയ്യാത്തൊരു ടെക്നോളജിയാണ്. പക്ഷേ ഇന്ത്യയിലെ റീജിയണൽ കണക്ടിവിറ്റിക്കൊക്കെ സീ പ്ലെയിൻ നല്ലതാണെന്നാണ് ബഡ്ജറ്റ് പറയുന്നത്. സോ അങ്ങനെ ഒരു സീ പ്ലെയിൻ പദ്ധതി കൊണ്ടുവരാനും അതിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങും ബഡ്ജറ്റിൽ ഔട്ട്ലേ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് കീ ടേക്ക് അവേ പുതിയ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഫോർ സീ പ്ലെയിൻ ഓപ്പറേഷൻസും. പിന്നെ ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം സിറ്റി എക്കണോമിക് റീജിയൻസ്, സിറ്റീസ് ആസ് ഗ്രോത്ത് എൻജിൻസ്. അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ സിറ്റീസിന് കൊടുത്തിരുന്ന ഒരു ഹൗ വി എക്സ്പെക്ട് സിറ്റീസ് ടു കം, അതായത് ഒരു വലിയൊരു സിറ്റി എടുക്കുക. ഇപ്പം സ്മാർട്ട് സിറ്റീസ് പ്രോഗ്രാം, വലിയൊരു സിറ്റി എടുത്തു. ആ സിറ്റിക്ക് വേണ്ട കുറേ പ്രൊവിഷൻസ് കൊടുക്കുന്നു, ഫണ്ടിങ് കൊടുക്കുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് സിറ്റിയെ ഒരു എക്കണോമിക് റീജിയൻ ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ അതിനെ ഇപ്പം നമ്മൾ അർബൻ അഗ്ലോമറേഷൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് അർബൻ അഗ്ലോമറേഷൻസ്? ഏതാ? അല്ലേ, അപ്പോൾ സിറ്റി അഗ്ലോമറേഷൻ. ഇപ്പം ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റി എന്ന് പറഞ്ഞാൽ പല ചെറിയ സിറ്റികളുടെ ഒരു, ട്രിവാൻഡ്രത്തൊന്നും നമുക്കത് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഡൽഹി എടുത്ത നോയിഡ ഡൽഹി സിറ്റിയുടെ വലിയൊരു ഭാഗമാണ്. ഗുർഗാവ് വലിയൊരു ഭാഗമാണ്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ സാറ്റലൈറ്റ് സിറ്റീസ് ഒന്നിച്ച് കൂടുക. അപ്പോൾ ആസ് എ സിറ്റി എക്സ്പാൻഡ് അടുത്തുള്ള ഇപ്പം ട്രിവാൻഡ്രത്ത് അടുത്ത ആറ്റിങ്ങല, അപ്പം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു വലിയ സിറ്റി ആവും. ട്രിവാൻഡ്രം ആറ്റിങ്ങലും ഒറ്റ സിറ്റി ആയിട്ട് മാറും. സോ ദാറ്റ് ഹാസ് ബിക്കം ആൻ അഗ്ലോമറേഷൻ. ഓക്കെ, അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നു. ട്രിവാൻഡ്രം സിറ്റി മാത്രമാക്കാതെ സിറ്റിയുടെ അഗ്ലോമറേഷൻ അടുത്തുള്ള സിറ്റീസിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി. ഓക്കെ, പിന്നെ മാത്രമല്ല പോളിസി ഫോക്കസ്, അതായത് ഇപ്പം കൂടുതൽ പോളിസീസ് വരുന്നത് വലിയ വലിയ സിറ്റികളിലാണ്, പൊട്ടൻഷ്യൽ ഉള്ള സിറ്റികളിലാണ്. നൗ ഇറ്റ് ഈസ് ചേഞ്ചിങ് ടു ടയർ 2, ടയർ 3 ആൻഡ് ടെമ്പിൾ ടൗൺസ്, അതായത് ഇമ്പോർട്ടൻറ്റ് പെലിഗ്രിമേജ് ടൗൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ടയർ 1, ടയർ 2 സിറ്റീസിലേക്കും ടെമ്പിൾ ടൗൺസിലേക്കും കൂടെ നമ്മുടെ ഈ ഒരു ഫോക്കസ് അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കുന്ന സിറ്റി ഒരു അഗ്ലോമറേഷൻ ആയിട്ടും സിറ്റി ആസ് എ ഹോൾ കാണാതെ സാറ്റലൈറ്റ് സിറ്റീസിനും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി.
അതാണ് അഗ്ലോമറേഷൻ ലെഡ് ഡെവലപ്മെൻറ്റിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് സിറ്റി എക്കണോമിക് റീജിയൻസ് ടു ഹാർനസ് സ്കെയിൽ എക്കണോമിക്സ് ബേസ്ഡ് ഓൺ ലോക്കൽ ഗ്രോത്ത് ഡ്രൈവേഴ്സ്. എന്താണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്? എന്താ കേട്ടിട്ടുണ്ടോ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ? എന്താ? സെയിം. അതായത് ഇപ്പം ഒരു ഷൂസ് രണ്ടുപേർക്ക് ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി. സോ ഇഫ് യു ബിൽഡ് ദ സെയിം ഷൂസ് ഫോർ 100 people, ദ കോസ്റ്റ് വിൽ കം ഡൗൺ. അതാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. അപ്പം സിറ്റിയുടെ ഡെവലപ്മെൻറ്റ്സിലേക്കും നമുക്ക് ആ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ കൊണ്ടുവരാം. നമ്മളെ നേരത്തെ പറഞ്ഞ ആ സംഗതി ഉണ്ടല്ലോ, വാട്ട് വാസ് ദാറ്റ്, ലെഗസി ഇൻഡസ്ട്രീസ്, അവിടെ നമുക്ക് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ കൊണ്ടുവരാം. ചെറിയൊരു നമുക്കിപ്പം വയബിൾ അല്ലാത്ത, ഇപ്പം കുറച്ചുകൂടെ സൂപ്പർഫിഷ്യലായിട്ട് ചിന്തിക്കാം, മറ്റേ സ്മോൾ മൊഡ്യൂളർ റിയാക്ടേഴ്സ് നമ്മൾ പറഞ്ഞില്ല, ന്യൂക്ലിയർ എനർജി. അപ്പോൾ വലിയൊരു സിറ്റിക്ക് ഒരു സിറ്റിക്ക് വേണ്ടി മാത്രം ഒരു ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിക്കുക, അത് വയബിൾ ആയിരിക്കില്ല. പക്ഷേ ആ സിറ്റീസിൻ്റെ സാറ്റലൈറ്റ് സിറ്റീസും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ആ പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ അത് വയബിളാവും. സോ ദാറ്റ് ഇസ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. സോ ഇൻക്രീസിങ് ഫാർമർ ഇൻകംസ്. ഓക്കെ, പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഭാരത് വിസ്താർ എന്നൊരു പരിപാടിയെ പറ്റി പറയുന്നു. Virtually integrated system to access agricultural resources. It is a multilingual AI tool. Bharat Vistar is a multilingual AI tool that shall integrate AgriStack portals and the ICAR package on agriculture. Okay, whatever. അതായത് ഇതൊരു മൾട്ടിലിംഗ്വൽ AI ടൂൾ ആണ് ഭാരത് വിസ്താർ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഇൻ്റഗ്രേറ്റ് അഗ്രിസ്റ്റാക്ക് വിത്ത് ICAR പാക്കേജസ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് അഗ്രിസ്റ്റാക്ക്. കേട്ടിട്ടുണ്ടോ അഗ്രിസ്റ്റാക്ക്? പഴയ കൺസെപ്റ്റാണ്, പുതിയതല്ല, 2-3 വർഷമായി വരുന്ന ഐഡിയ വന്നിട്ട്. അഗ്രിസ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ഐഡിയ ആണ്. ദി അഗ്രികൾച്ചർ സ്റ്റാക്ക് കംപ്രൈസസ് ഓഫ് ഫൗണ്ടേഷണൽ രജിസ്ട്രീസ് ഓഫ് ഡാറ്റാബേസസ്. അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു രജിസ്ട്രി ഉണ്ടാക്കുന്നു. ഓക്കെ, വലിയൊരു രജിസ്ട്രി. അപ്പോൾ അതിനകത്ത് ഫാർമേഴ്സ് രജിസ്ട്രി ഉണ്ടാകും. ഒരു ഫാർമർക്ക് ഒരു ID കാർഡ് കൊടുക്കുന്നു, നമ്മുടെ ആധാർ കാർഡൊക്കെ തന്നെ വരെ. ഓക്കെ, ഒരാളൊരു ഫാർമറാണ് എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഒരു ID ഉണ്ട്. ആസ് എ ഫാർമർ ഹി വിൽ ഗെറ്റ് എൻ ID. നമ്മുടെ ആധാർ കാർഡും വോട്ടേഴ്സ് ID പോലെ ആസ് എ ഫാർമർ ഹി വിൽ ഗെറ്റ് എൻ ID. അപ്പോൾ ആ ID വെച്ചൊരു ഫാർമേഴ്സിൻ്റെ ഒരു രജിസ്ട്രി ഉണ്ടാക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഫാർമേഴ്സ്, എത്ര ഫാർമേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അഗ്രിസ്റ്റാക്കിൻ്റെ കൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. 2, ജിയോ റെഫറൻസ്ഡ് വില്ലേജ് മാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ സർവേ, നമ്മുടെ ഈ സംവിധാ സ്കീമൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ക്രോപ്പ് ലാൻഡ്സിനെ സർവേ ചെയ്ത് അത് ഡിജിറ്റൽ റെക്കോർഡാക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ ലാൻഡിനെ ഒരു ഡിജിറ്റൽ റെക്കോർഡാക്കി മാറ്റിയിട്ട് അതിനെ ജിയോ ടാഗ് ചെയ്യും. ജിയോ ടാഗ് എന്ന് വെച്ചാൽ കോർഡിനേറ്റ്സ് വെച്ച് ഇപ്പം എനിക്ക് ഫാർമർ ആരാന്ന് മനസ്സിലായി, ഒരു യൂണീക്ക് ID കാർഡുണ്ട്, അവൻ്റെ സ്ഥലം എവിടെയാണെന്നും കൂടെ മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? അതൊരു രജിസ്ട്രിയാണ്, ഒരു ഓൺലൈൻ പോർട്ടലിൽ നമ്മൾ സേവ് ചെയ്യുക. ഫാർമർ ആരാണ്, അവൻ്റെ സ്ഥലം എവിടെയാണ്, ആ സ്ഥലത്തിൻ്റെ കോർഡിനേറ്റ്സ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. സോ വി നോ വെയർ ദ പ്ലേസ് ഇസ്. 3rd വൺ ഈസ് ക്രോപ്പ് സോൺ രജിസ്ട്രി. അവൻ്റെ ആ സ്ഥലത്ത് അവൻ എന്ത് കൃഷിയാണ് ചെയ്യുന്നതെന്നും കൂടെയുള്ള ഐഡിയയും കൂടെ കിട്ടി. അപ്പോൾ ഫാർമർ ആരാണെന്നുള്ള ഐഡിയ കിട്ടി, അവൻ്റെ സ്ഥലം എവിടെയാണെന്നുള്ള ഐഡിയ കിട്ടി, അവനവിടെ എന്ത് കൃഷിയാണ് ചെയ്യുന്നതെന്നുള്ള ഐഡിയ കിട്ടി. അപ്പോൾ ഒരു ഫാർമറെ പറ്റി മനസ്സിലാക്കാനുള്ള ബേസിക്സ് ഐഡിയാസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഒറ്റ ഡേറ്റാബേസിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ അഗ്രിസ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സ്കൈസ് ദ ലിമിറ്റ്. അപ്പോൾ ആ ഫാർമർ ആരാന്നറിയാം, അവന് സ്ഥലം ഉണ്ടോ എന്ന് തന്നെ. ഇപ്പം അഗ്രികൾച്ചർ സബ്സിഡീസിൻ്റെ ഒക്കെ വലിയൊരു പ്രശ്നം അത് എത്തേണ്ട, ഒഡീസേ ഏതാ ബെനിഫിഷ്യറീസിനെ കിട്ടാൻ പാടില്ല. അത് ഒരുപാട് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, ഫണ്ട് മാറ്റുന്നു, സ്ഥലമില്ലാത്തവർക്കും എല്ലാം അത് പോകുന്നു. സോ നൗ വി നോ ഹൂ ഇസ് ദ ഫാർമർ, വി നോ വെയർ ഹിസ് ലാൻഡ് ഇസ് ആൻഡ് വി നോ വാട്ട് ഹി ഈസ് കൾട്ടിവേറ്റിംഗ്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് അഗ്രിസ്റ്റാക്ക് ഉണ്ടാക്കി. സോ നമ്മുടെ ഈ സാധനത്തിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, AI വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വെച്ച് ഈ ഭാരത് വിസ്താർ എന്ന് പറയുന്ന പരിപാടി വെച്ച് we can guide all our policies like direct benefit transfer, soil health cards. ഇതെല്ലാം കൂടെ ഫാർമേഴ്സിന് കറക്റ്റായിട്ട് പേഴ്സണലായിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പല സ്റ്റേറ്റ്സിലും ഇത് തുടങ്ങി. ഈ അഗ്രിസ്റ്റാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം സ്റ്റേറ്റ് ലെവലിലാണ്. ഓക്കെ, ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായ കൃഷിക്കാരുടെ എല്ലാ ഡേറ്റയും ഉണ്ട്. സോ വിത്ത് ദിസ് അഗ്രിസ്റ്റാക്ക് വി വിൽ ഇൻ്റഗ്രേറ്റ് ഇറ്റ് വിത്ത് AI ആൻഡ് വി വിൽ നോ who needs what.
ഫാർമർ ആരാന്നറിയാം, അവൻ്റെ സ്ഥലം അറിയാം, കൃഷി എന്താണെന്നറിയാം, അവൻ എന്ത് കൊടുക്കണം, വി നോ. ഡസ് ഹി നീഡ് എ സബ്സിഡി, വി നോ. ഡസ് ഹി നീഡ് മോർ ഫെർട്ടിലൈസേഴ്സ്, വി നോ. വാട്ട് ഹീസ് ഹി കൾട്ടിവേറ്റിംഗ്, അതും നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കൾട്ടിവേഷൻസ് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ കുറേ പേര് റൈസ് മാത്രമാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. നേരത്തെ ഒന്നും ഇതെല്ലാം ഫീൽഡ് സർവേ നടത്തി കണ്ടുപിടിക്കണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വി ഓൾ ഹാവ് ദ ഡേറ്റ. അഗ്രി സ്റ്റാക്കിൽ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ അഗ്രി സ്റ്റാക്കിനെ നമ്മുടെ ICAR പാക്കേജ് ഓൺ അഗ്രികൾച്ചർ, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, അവർ നമ്മുടെ അഗ്രികൾച്ചർ പ്രാക്ടീസസിന് പല പുതിയ ഐഡിയാസ് കൊണ്ടുവരും, പുതിയ പാക്കേജസ് കൊണ്ടുവരും. ഇപ്പോൾ നമ്മുടെ NPK റേഷ്യോ എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അവർ കുറച്ചും കൂടെ ഒരു പുതിയൊരു ഐഡിയ, ഫെർട്ടിലൈസർ ആപ്ലിക്കേഷന് പുതിയൊരു ഐഡിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് കൊണ്ടുവരും. അപ്പോൾ അത് അഗ്രി സ്റ്റാക്കുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. സോ ദേ നോ വാട്ട് ടു ഗിവ് ആൻഡ് വെൻ ടു ഗിവ്. ഓക്കെ, അപ്പോൾ അഗ്രി സ്റ്റാക്കിൻ്റെ ഐഡിയ മനസ്സിലായില്ലേ? ഓക്കെ, ക്ലീൻ. പിന്നെ ഒരു അഗ്രികൾച്ചർ സെഗ്മെൻറ്റിലെ ഒരു ടാക്സ് പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോ ഇമ്പോർട്ട് ഡ്യൂട്ടി ഓൺ ഫിഷ് കോട്ട് ബൈ ഇന്ത്യൻ വെസൽസ്. Yeah, the fish caught by Indian fishing vessels in the exclusive economic zone or in the high seas will not attract customs duty when brought to India. അതായത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ അറിയാമല്ലോ, നിങ്ങൾ ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ ഇന്ത്യ ഇതാണെങ്കിൽ നമ്മുടെ സീയുടെ ബോർഡർ എടുക്കുമ്പം ആദ്യം നമുക്ക് എന്തുണ്ട്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട്, ഇത്ര നോട്ടിക്കൽ മൈൽസിനപ്പുറം. പിന്നെ കുറച്ച് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ട്, നമ്മുടെ ടെറിട്ടറിയിലെ ഭാഗമല്ല, പക്ഷേ അവിടുത്തെ റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് അവർ ടെറിട്ടറി. അപ്പോൾ അവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ഫിഷസ്, അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നത് നമുക്കറിയത്തില്ല. ഇന്ത്യൻ ടെറിട്ടറിക്ക് വിട്ടുപോയി. അപ്പോൾ ഇന്ത്യൻ ടെറിട്ടറിക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു സാധനത്തിന് കസ്റ്റംസ് ഡ്യൂട്ടി അടിക്കണം. ദാറ്റ് ഇസ് ദ ലോ. അപ്പം നമ്മൾ ചിലപ്പോൾ EZ സോൺ തൊട്ടപ്പുറത്തായിരിക്കും പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിനും കസ്റ്റംസ് ഡ്യൂട്ടി അടക്കേണ്ട ഒരു സാഹചര്യം. അത് അവരെങ്ങനെ കണ്ടുപിടിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവിടുന്ന് പിടിച്ചാണോ കുറച്ചപ്പുറത്താണോ പിടിച്ചാണോ? എനിവേ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനത്തിന് ഇനി തൊട്ട് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല. മാത്രമല്ല, ഇഫ് ഐ ലാൻഡ് ദാറ്റ് ഫിഷ്, ഞാൻ അവിടെ നിന്ന് പിടിക്കുന്ന ഫിഷ് ഞാൻ വേറൊരു രാജ്യത്തിൻ്റെ പോർട്ടിൽ കൊണ്ട് ഇറക്കിയാൽ അത് എക്സ്പോർട്ടായിട്ട് കൂട്ടും. സാധാരണ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ച് ഇവിടെ വന്ന് പ്രോസസ്സ് ചെയ്ത് കപ്പലെ കയറ്റി വിടുന്നതാണ് എക്സ്പോർട്ട്. ഇത് അതൊന്നും വേണ്ട. ഈ ഇപ്പോൾ അവിടെ നിന്ന് തന്നെ മീൻ പിടിക്കുന്നു, അവിടെ നിന്ന് തന്നെ ഫോറിൻ ബോട്ടിലേക്ക് കയറ്റി വിടുന്നു. ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് എക്സ്പോർട്ട്സ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് എക്സ്പോർട്ട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. എക്സ്പോർട്ട് സബ്സിഡീസും എക്സ്പോർട്ട് ഫിനാൻസും എല്ലാം നമുക്ക് വേറെ എക്സ്ട്രാ ഇതിന് കിട്ടും. സോ ദാറ്റ് ഈസ് എ ടാക്സ് പ്രപ്പോസൽ ഇൻ ദി അഗ്രികൾച്ചറൽ സെക്ടർ. So ensuring long-term energy security and stability. Okay, എനർജി സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എക്സംഷൻ ഓഫ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. Exemption of basic customs duty on sodium antimonate for the use of manufacture of solar glass. Now, ഇവിടെ ഒരു ടേം പറഞ്ഞിട്ടുണ്ട്, സോഡിയം ആൻറ്റിമോണേറ്റ്. ഞാൻ പറഞ്ഞു പ്രിലിംസിന് ഇതുപോലുള്ള വാക്കുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ദേ ലൈക്ക് ഇറ്റ്. അപ്പോൾ സോഡിയം ആൻറ്റിമോണേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ടു മേക്ക് സോളാർ ഗ്ലാസ് ഫോർ സോളാർ പാനൽസ് എന്ന് വേണേൽ പറയാം. സോ അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിക്ക് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സോഡിയം ആൻറ്റിമോണേറ്റിന് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടോ ഇല്ലയോ എന്നായിരിക്കില്ല ചോദിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി വാട്ട് ഇസ് ഇറ്റ് യൂസ് ഫോർ എന്നായിരിക്കും ചോദിക്കുക. So the exemption of imports of customs duty on nuclear power projects till the year 2035 and expand for all new. വായിച്ചാൽ മതി, വലിയ കഥയുള്ള കാര്യങ്ങളല്ല. Exemption of customs duties for import of capital goods for the processing of critical minerals in India. Okay, that is again നമ്മുടെ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്കിത് പറയാം. ക്രിട്ടിക്കൽ മിനറൽസ് ഔട്ട് സോഴ്സ് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക, അതൊക്കെ കോസ്റ്റ്ലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഏർപ്പാടാണ്, വിനോ. സോ അതിൻ്റെ ക്യാപിറ്റൽ ഗുഡ്സ് അതിന് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല. പിന്നെ കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ. എന്താണ് ഈ കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജ്? വാട്ട് ഇസ് ദാറ്റ്?
കാർബൺ ക്യാപ്ചർ ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക. അത് പല രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒന്നുകിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രബ്ബേഴ്സിനകത്ത് സ്റ്റോർ ചെയ്യാം. സോ കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ സ്റ്റോറേജ് അതിനും ഔട്ട്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ലിഥിയം അയൺ സെൽസ് ഫോർ ബാറ്ററീസ്. ഇതൊക്കെ മെയിൻസ് വാല്യൂ ആഡഡ് പോയിന്റ്സ് ആണ്. ഓക്കെ, അതായത് നമുക്കറിയാം ഇന്ത്യ ക്രിട്ടിക്കൽ മിനറൽസിൽ എനർജി ട്രാൻസിഷനിൽ ഇന്ത്യ ഈസ് പ്ലേയിങ് എ ലീഡ് റോൾ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം. ഇന്ത്യ എലിമിനേറ്റഡ് കസ്റ്റംസ് ഡ്യൂട്ടി ഫോർ ക്യാപിറ്റൽ ഗുഡ്സ് ഫോർ ലിഥിയം അയൺ ബാറ്ററീസ്. ഇന്ത്യ എലിമിനേറ്റഡ് കസ്റ്റംസ് ഡ്യൂട്ടി ഫോർ ന്യൂക്ലിയർ പവർ പ്രൊജക്ട് കമ്പോണൻസ്. Again, India eliminated capital goods tax for what? Critical minerals processing, equipments for critical minerals processing. അതൊക്കെ മെയിൻസിന് വാല്യൂ ആഡഡ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കാം, വായിച്ചോളുക. ബാക്കിയൊക്കെ വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. So coming to fiscal matters regarding the 16th Finance Commission. So the government has accepted the recommendation of the Finance Commission to retain vertical share of devolution 41%. കഴിഞ്ഞ വർഷം 41% ആയിരുന്നു. 15th Finance Commissionന്റെ വെർട്ടിക്കൽ ഷെയർ ഓഫ് ഡെവല്യൂഷൻ. എന്താണ് വെർട്ടിക്കൽ ഷെയർ ഓഫ് ഡെവല്യൂഷൻ? സെൻട്രൽ നിന്നും സ്റ്റേറ്റ്സിലേക്ക്. ഹൊറിസോണ്ടൽ എന്താ? ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. ഓക്കെ, സോ 15th Finance Commission തന്നതും 41% ആയിരുന്നു. 16th തന്നത് 41% ആയിരുന്നു. 14th എത്രയാണ് തന്നെ? 42% ആവും. 1% അവിടെ പോയി. ജമ്മു ആൻഡ് കാശ്മീർ അവിടേക്ക് യൂണിയൻ ടെറിട്ടറീസിന് കൊണ്ടുപോയി. ഓക്കെ, സോ സ്റ്റിൽ വി ഹാവ് 41% ഡെവല്യൂഷൻ. പിന്നെ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻറ്റുകൾ, സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻറ്റുകൾ. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻറ്റ്, ഡിസ്ക്രിഷണറി ഗ്രാൻറ്റ്? സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാൻറ്റ്സ് ദാറ്റ് ദ സെൻറ്റർ ഷുഡ് ഗിവ് ഇറ്റ് ടു ദ സ്റ്റേറ്റ്സ് ബൈ ലോ. ഫോർ എക്സാമ്പിൾ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻറ്റ്. പിന്നെ ഡിസ്ക്രിഷണറി ഗ്രാൻറ്റ്, ഏതെങ്കിലും മിനിസ്ട്രിക്ക് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് അവർക്ക് തോന്നിയാൽ അവർക്ക് കൊടുക്കാം. ദാറ്റ് ഇസ് ഡിസ്ക്രിഷണറി ഗ്രാൻറ്റ്. ഫിസിക്കൽ കൺസോളിഡേഷൻ. ദ സെൻട്രൽ ഗവൺമെൻറ് വിൽ ടാർഗറ്റ് ഡെപ്റ്റ് ടു GDP റേഷ്യോയുടെ പുതിയ ടാർഗറ്റാണ്. അതായത് 2030 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഷുഡ് ബി 50 ±1. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് 26-27 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എത്രയാണ്? 56% ആണ് GDPയുടെ. അഡ്വാൻസ് കൺട്രീസിൻ്റെ ഒക്കെ ഇത് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അത് മോർ ദാൻ 100% ഒക്കെ പോകാം. 200% മുകളിലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.